അങ്ങനെ അവസാനം തൃശ്ശൂരുള്ളൊരു പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ കഥ പറയാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് വിളിച്ച് ബാറിലാണ് വിളിച്ചത്. അപ്പോൾ കഥ പറഞ്ഞു. കഥ പറയുന്ന കൂട്ടത്തിൽ പുള്ളി ഇങ്ങനെ ഓരോ അടിച്ചുകൊണ്ടിരിപ്പൊക്കെ അടിച്ച് അങ്ങനെ പുള്ളി ലാസ്റ്റ് ഈ സ്ക്രിപ്റ്റ് വലിച്ചെറിഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തു. കാരണം ഇത് ഞങ്ങൾക്ക് വേറെ കാര്യമുണ്ട്, ഞങ്ങൾക്ക് ചെയ്തില്ല എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. കരിക്കിൻ്റെ വെബ് സീരീസ് ആണ് തേരാപ്പാര. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി കരിക്കിനെതിരെ മത്സരിക്കാം. അങ്ങനെ കരിക്കിനെതിരെ തുടങ്ങി. കരിക്കിനെ വിട്ടുപോയി, ഫുൾ 7 പേരെ പടത്തിൽ ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ പടത്തിന് വേണ്ടി ഫോക്കസ് പുള്ളിങ് എല്ലാം കൂടി 7 പേരാ. തുണി തേക്കുന്നത് അപ്പുറത്തെ വീട്ടിലെ തേപ്പെടുത്തോളം നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ അപ്പുറത്തെ പിള്ളേർ ഒന്ന് നിൽക്കും, രാവിലെ പിള്ളേരെ സ്കൂളിൽ വേണ്ടി യൂണിഫോം തേക്കാം. അപ്പോൾ നമ്മൾ ചേച്ചി ആ യൂണിഫോം കണ്ടേക്ക്, പുള്ളിയുടെ യൂണിഫോം, മക്കളുടെ യൂണിഫോം തേക്കുന്നത്. സംവിധാനം വിഷ്ണു എന്ന് എഴുതി കാണിച്ചപ്പം മനസ്സിൽ വന്ന മുഖം അല്ലെ, എനിക്ക് എൻ്റെ തന്നെ വരത്തുള്ളൂ. വീട്ടുകാരുടെ ഒരു സപ്പോർട്ടിനെ പറ്റി ഇപ്പം വിഷ്ണു 22 വയസ്സുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും കാണിച്ചു 26 വയസ്സായില്ലേ? അതെ അതെ. വീട്ടുകാർ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്ക് വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഉപ്പേരി കച്ചവടം നിർത്തി സിനിമയ്ക്ക് പിന്നാലെ പോയ ഒരു 22 വയസ്സുകാരൻ, പേര് വിഷ്ണു. വിഷ്ണു നമ്മളോടൊപ്പം ഉണ്ട്. വിഷ്ണു നമസ്കാരം. അഭികരൻ സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്, അഭിനേതാവാണ്. അപ്പോൾ പറഞ്ഞു വന്ന ഇങ്ങനെയാണ്, ലോ ബഡ്ജറ്റിൽ ഈ 22 വയസ്സുകാരുടെ ഒരു സിനിമയോ, ആ സിനിമ സൈന OTT വഴി ഉടനെ റിലീസാകും. ഉടനടി മാംഗല്യം എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമയ്ക്ക് പിന്നാലെ പോകുന്ന ചെറുപ്പക്കാർക്കെല്ലാം മാതൃകയാണ് വിഷ്ണു. വിഷ്ണു ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിന്റെ ഒരു ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. എനിക്ക് എൻ്റെ പശുവിനെ കറക്കാൻ സമയമില്ല എന്ന് പറയുന്ന ഒരു സാധനം, അത് പ്രേക്ഷകരെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ വിഷ്ണു ഉടനടി മാംഗല്യം എത്ര വർഷത്തെ പ്രയത്നമാണ് സിനിമ? ഒരു 4 വർഷം. ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് 4 വർഷമായി ഇപ്പോഴാണ് നടക്കുന്നത്. അതിന് മുമ്പ് ചെറിയ അന്ന് തുടങ്ങിയ ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ് ഈ പറയുന്ന ലില്ലി. അതിനകത്തു നിന്നാണ് ഇങ്ങോട്ട് ഉണ്ടാകുന്നത് ഓരോ ദിവസങ്ങളും. ഈ ഉപ്പേരി കച്ചവടത്തിന് പോയി എന്തിനായിരുന്നു? ഉപ്പേരി കച്ചവടം ലില്ലി കഴിഞ്ഞപ്പോഴത്തേക്ക് ബനാന ചിപ്സ് അത് തന്നെ, അതെല്ലാം ഉണ്ട് കേട്ടോ, മിച്ചറുണ്ട്, എല്ലാ പരിപാടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ലില്ലിയാണ് ആദ്യത്തെ ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാനായിട്ട്. ഞാൻ ആൽബം സോങ് ചെയ്യുമ്പോൾ സൗണ്ട് ഡബ് ചെയ്യണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അപ്പോഴാണ് ലില്ലി ഹിറ്റാവുന്നത്. ഹിറ്റായി കഴിഞ്ഞപ്പോൾ ഒരു സിനിമ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ധൈര്യമായി. അങ്ങനെ സ്ക്രിപ്റ്റ് എഴുതാൻ തുടങ്ങി. സ്ക്രിപ്റ്റ് എഴുതി ആദ്യം ഒരു പുള്ളി ഞങ്ങളെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെട്ടു. പക്ഷെ കുറച്ച് പൈസയൊക്കെ പോയി, അങ്ങനെ അത് നടന്നില്ല. അത് കഴിഞ്ഞിട്ട് സ്ക്രിപ്റ്റ് എഴുതി നല്ല നല്ല പ്രൊഡ്യൂസർമാരെ വിളിക്കാൻ നോക്കി. അങ്ങനെ വിളിക്കാൻ നോക്കിയപ്പോൾ വലിയ ആൾക്കാരും എടുക്കാറില്ല, നമ്മൾ ചെറിയ പിള്ളേർ കമ്പനി ഒന്നുമില്ലല്ലോ. അങ്ങനെ അവസാനം തൃശ്ശൂരുള്ളൊരു പുള്ളിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരൻ ഇതുപോലെ തന്നെ കഥ പറയാൻ വേണ്ടി ഒരു സ്ഥലത്തോട്ട് വിളിച്ച് ബാറിലാണ് വിളിച്ചത്. അപ്പോൾ കഥ പറഞ്ഞു. കഥ പറയുന്ന കൂട്ടത്തിൽ പുള്ളി ഇങ്ങനെ ഓരോ അടിച്ചുകൊണ്ടിരിപ്പൊക്കെ അടിച്ച് അങ്ങനെ പുള്ളി ലാസ്റ്റ് ഈ സ്ക്രിപ്റ്റ് വലിച്ചെറിഞ്ഞു ബാറിൽ. ഇങ്ങനെയല്ല വേണ്ട, അങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇനി സിനിമ ചെയ്യുന്നു. മെനക്കെടാൻ തുടങ്ങിയിട്ട് 3 വർഷമായിട്ട് ഇതിൻ്റെ കുറേ അതെ തന്നെ. നമ്മൾ കടം മേടിച്ചിട്ടാണ് പോകുന്നത്, കൂട്ടുകാർ സഹായിക്കുക. നമുക്ക് ഈ നമ്മളിതിൻ്റെ പറയുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ കടം മേടിച്ചിട്ട് ഇങ്ങനെ പോകുന്നത്, എന്തുമാത്രം കടം മേടിച്ചിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. അപ്പോൾ അവർ സഹായിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത്. നമുക്കിനി ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാൽ ഇനി സിനിമ ചെയ്യേണ്ട, നിർത്തിയേക്കാം. കാരണം അതിങ്ങനെ വരാനുള്ള കാരണം വേറെ ഒരുപാട് പേര് ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയിലൊക്കെ വന്ന് ഞാൻ 2-3 ആർട്ടിസ്റ്റുകളൊക്കെ പോയി കണ്ട, നമ്മുടെ അത്യാവശ്യം അറിയപ്പെടുന്ന ആർട്ടിസ്റ്റുകളൊക്കെ പോയി കണ്ട് ഡേറ്റൊക്കെ തന്നിട്ട് പൈസ കൊടുക്കാതായ സമയമായപ്പോഴത്തേക്ക് ഇവർ നമ്മളെ നൈസായിട്ട് വലിപ്പിച്ചു. നമുക്ക് എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രായം പറയുന്നില്ല, എനിക്ക് ഇത്രയും രൂപ തന്നാൽ റെഡിയാകുമോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെ ഞാൻ വെച്ചാൽ ഇനി വല്ല ബിസിനസ് ഉണ്ടാകും എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കഥ പറയാറ്. അങ്ങനെയാണ് ഉപ്പേരി കച്ചവടം തുടങ്ങി. അത് പിന്നെ വലിയ കുഴപ്പമില്ലാത്ത വിഷ്ണുവിന്റെ കഥ എന്നൊരു സിനിമയാക്കാനുണ്ട്. അങ്ങനെ തട്ടിമുട്ടി പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ ഇപ്പം പടത്തിൻ്റെ പ്രൊഡ്യൂസറെ പരിചയപ്പെടുന്നത്, സുരേഷേണ്ണെ പരിചയം. അവന് മുമ്പ് പരിചയമുണ്ട് ചെറിയ രീതിയിൽ. ഇങ്ങനെ പരിചയപ്പെട്ട് പുള്ളിയോടൊക്കെ സംസാരിക്കുന്ന സമയത്താണ് പുള്ളി പറയുന്നത് നമുക്കിങ്ങനെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളി ഒന്ന് പോയതുള്ളൂ. അപ്പോൾ ഞാൻ വലിയ ബലം കൊടുത്തില്ല, കാരണം പുള്ളി ഒരു സർക്കാർ ജോലിക്കാരനാണ്. അപ്പോൾ പുള്ളിക്ക് ഈ പറയുന്ന പോലെ പൈസയൊക്കെ എവിടെ നിന്ന് മറിച്ചുണ്ടാക്കാൻ. അപ്പോൾ പുള്ളി അനിയൻ അത്യാവശ്യം കുഴപ്പമില്ലാതെ നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് വിളിച്ചിട്ട് എന്നോട് രാത്രിയിലാണ് വിളിച്ചിട്ട് പറയുന്നത് നമുക്ക് സിനിമ ചെയ്യാം, തയ്യാറാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അന്നേരം എൻ്റെ ആ ഒരു ഇതിൽ നമ്മൾ ശരിയായിട്ടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് പുള്ളി പറയുന്നത് ഇത്രയും രൂപയേ ഉള്ളൂ, ഈ രൂപയ്ക്ക് വേണം നമുക്ക് സിനിമ ചെയ്യാനാണ്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, കാരണം നാട്ടിലൊക്കെ നാണക്കേടാൻ തുടങ്ങി. നമ്മളെ ചുമ്മാ ഡയറക്ടർ എന്നുള്ള വിളി തുടങ്ങി. നമ്മൾ സിനിമയുടെ കുറേ നടക്കുമെന്ന് ആൾക്കാർക്ക് അറിയാമല്ലോ. അപ്പോൾ എവിടെയെങ്കിലും പോയി കല്യാണത്തിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഒരു 10-25 പടത്തിൽ ചീഫ് അസോസിയേറ്റ് ആയിട്ട് മലയാളത്തിലെ ബമ്പർ ഹിറ്റുകൾ അടിച്ച സിനിമ. പേര് പറയുന്നില്ല, പേര് പറഞ്ഞ പുള്ളി നാണക്കേടായി പോകുന്നുണ്ട്. പുള്ളി ഈ സിനിമ ഇല്ലാത്ത സമയത്ത് ഒരാഴ്ചയൊക്കെ വീട്ടിൽ പോയി നിൽക്കുമല്ലോ. അപ്പോൾ വീട്ടിലിങ്ങനെ ലൊങ്കിയൊക്കെ എടുത്തേക്കും. പുള്ളി എന്നോട് പറഞ്ഞൊരു കഥയാ, ലൊങ്കിയൊക്കെ എടുത്തേക്കുമ്പോൾ ഈ നാട്ടുകാരൊക്കെ വന്നിട്ട് പണിയൊന്നും ആയില്ലല്ലേ, അല്ല ഇൻഡസ്ട്രിയിൽ വലിയ സ്റ്റാറുകൾ വരെ കണ്ട എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്ന ബന്ധമുള്ള കക്ഷി അത്രയും പടം ചെയ്ത ആളുമാണ്. പടമൊന്നും ആയില്ല, പണിയൊന്നും ആയിട്ടില്ലല്ലോ മോനെ. പടം ഇറങ്ങിയിട്ടുള്ള ഇപ്പം ഞാനൊരു ബുക്ക് ചെയ്തായിരുന്നല്ലോ, ആ ഒരാഴ്ച നമ്മൾ നാട്ടിലെ സ്റ്റാറാണ്, പിന്നെ കഴിച്ച് പിന്നെ വീണ്ടും പണിയില്ലാത്ത ആളാണ്. അപ്പോൾ നാട്ടിൽ എന്നോട് എനിക്ക് പണി തരുന്ന ആൾക്കാരുണ്ട്. നമുക്കൊരു എന്തെങ്കിലും ജോലി വന്നിട്ടുണ്ട്, അവരെ ഈ വീടുകളിൽ പോയിട്ട് അവരെ കൊടുക്കത്തില്ല, ചെറിയ
ഈ ആയുർവേദത്തിന്റെ ഇതിന്റെ പരിപാടിക്ക് വരാനൊക്കെ പറയുന്നത്. അപ്പൊ നമ്മൾ ഇതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കാതെ അവന്മാർ അറിയുന്നില്ല. അപ്പൊ അത് ഇറങ്ങിക്കഴിഞ്ഞുള്ള ഒരാഴ്ച മാത്രം നമ്മൾ സ്റ്റാർ. അത് കാരണം ഞാൻ വിചാരിച്ച ബിസിനസ് ആകുമ്പോൾ കുഴപ്പമില്ലല്ലോ, പകുതി ഉച്ച വരെ ബിസിനസ് നമ്മൾ കാണിച്ചു മറ്റേ ഗൂഗിളിൽ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും ഇതാണ് ഞാൻ ചെയ്ത പടമാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ലോ ബഡ്ജറ്റ് ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്നില്ലെന്ന് വിചാരിച്ചാണ്. പിന്നെ പുള്ളി എന്നെ കുറെ നിർബന്ധിച്ചു, നമുക്ക് അങ്ങനെ ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സഹായിക്കാൻ വന്നായിരുന്നേട്ടാ. ഒരുപാട് പേര് സഹായിക്കാൻ വന്നിട്ട് സമയമായപ്പോഴത്തേക്ക് അവരും ഇതേപോലെ ഉപേക്ഷിച്ചിട്ട് പോയി. പിന്നെ പുള്ളി ഏതായാലും സ്ട്രോങ് ആയിട്ട് നിന്ന് അവിടെ നിന്നൊക്കെ പൈസ മേടിച്ചിട്ട് പിന്നെ ഞാൻ ഈ പൈസയിലേക്ക് ആക്കിയതാണ്. കാരണം നമുക്ക് ഇതിനേക്കാളും നമ്മുടെ കുറെ പടം ലോ ബഡ്ജറ്റ് ആണെങ്കിലും നിങ്ങൾ മേക്കിംഗിൽ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മേക്കിങ്ങിന്റെ കാര്യത്തിലും പിന്നെ അതുപോലെ നമ്മുടെ വിസ്മയിലൊക്കെയാണ് നമ്മൾ പടം മിക്സ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ടെക്നിക്കൽ സൈഡായിട്ട് ചെയ്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഈ കോൺടാക്ട് നമുക്കൊരു ഇങ്ങനെ നടന്നതുകൊണ്ടുള്ള ഉപകാരം ടെക്നിക്കൽ സൈഡിലുള്ള കുറെ കോൺടാക്ട് കിട്ടി. പ്രൊഡ്യൂസറെ കിട്ടിയില്ലെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ആള്, നന്നായിട്ട് സൗണ്ട് ചെയ്യുന്ന ആള്, നല്ലതായിട്ട് സോങ് ചെയ്യുന്ന ആള്, അങ്ങനെ കുറെ പേരെയൊക്കെ നമുക്ക് പരിചയപ്പെട്ടതുകൊണ്ട് അവരെയല്ലേ ഇതിനകത്ത് ഉപയോഗിച്ചു. പടത്തിന് അസോസിയേറ്റ് ആണ്, അതെ, അഭിനയിച്ചിട്ടുണ്ട്. അതെ, പടത്തിന് ഔട്ട് കണ്ടോ? തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് പടത്തിന്റെ ഔട്ട് വന്നത്? വളരെ മികച്ചതായിട്ടൊരു, അതായത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അതിനെ വളരെ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട്. അതെ, കാരണം നമ്മളിപ്പോൾ ഒരു പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോയാൽ അവരാദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ ചെയ്തത്. ഞങ്ങൾ തരുന്ന ക്യാഷിന് ഇപ്പോൾ ഞങ്ങൾ പോയിട്ടുള്ള പല പ്രൊഡ്യൂസർമാരും ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്ത് വിശേഷം നിൻ്റെ കയ്യിലൊക്കെ കാശ് ഞങ്ങൾ തരണം, എന്താണ് പ്രൂവ് ചെയ്യാൻ എന്താ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ പ്രൂവ് ചെയ്ത ഒരു ഐറ്റം ഞങ്ങളുടെ കയ്യിലുണ്ട്, ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഞങ്ങളുണ്ടാക്കിയ ഒരു കുട്ടിയുണ്ട്. അഭിനേതാക്കളെന്ന് പറയുമ്പോൾ അത്യാവശ്യം ഫെയിമുള്ള ആരെങ്കിലും ഉണ്ടോ? ഫെയിം അത്ര വലിയ ഫെയിമായിട്ടുള്ളവരൊന്നുമില്ല. കാരണം നമുക്കറിയില്ല പൈസയുടെ ഒരു പ്രശ്നം. കാരണം ഇത് നല്ലതായിട്ട് നമ്മൾ ഈ കഥ പോയി പറഞ്ഞ സമയത്ത്, ഒരാളോട് പോയി പറഞ്ഞ സമയത്ത് ഞങ്ങൾ ടൊവിനോ വരെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഈ കഥ ടൊവിനോ ഇരിക്കുന്ന ഇതുപോലെ ചേട്ടൻ ചെയ്യുന്നിടത്ത് ടൊവിനോ ഇരിക്കുക, അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞിട്ടുണ്ട് ഒരാളോട്. പക്ഷെ ആ പുള്ളി ഒരു ചെറിയ തുകയ്ക്കൊക്കെ വരാമെന്ന് പറഞ്ഞു. പക്ഷെ നമ്മുടെ പ്രൊഡ്യൂസർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇത് ശരിക്കും സീരിയസ് ആയിരുന്നു കേട്ടോ. ഉടനടി മാങ്കിൽ എന്നുള്ളത് ജാനകിറാം എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അവിടെ എനിക്ക് അപ്പോൾ പുതിയ കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നാൽ ഒരിക്കലും സീരിയസ് വർക്കൗട്ട് ആകത്തില്ല. ചിലപ്പോൾ ഇപ്പോൾ കോമഡി ആകുമ്പോൾ ചിലപ്പോൾ എൻ്റർടൈനറായിട്ട് ആൾക്കാർ കണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെയാണ് ശ്രീദേവി ചേച്ചി പടത്തിൽ വരുന്നത്. ശ്രീദേവി ഉണ്ണികൃഷ്ണൻ പുള്ളിക്കാരി നമ്മുടെ മറ്റേ എള്ളോളം തരി എന്നൊക്കെ പറഞ്ഞ സോങ്ങിനകത്തൂടെ ഹിറ്റായതാണ്. പിന്നെ നമ്മുടെ ലിജോ സാറിൻ്റെ പടത്തിൽ അഭിനയിച്ച വലിയ മനിലമ്മ, ഒരു കോടാലി വലിയ നമ്മുടെ ചുരുളി സിനിമയ്ക്കകത്ത് തുടങ്ങുന്നത് വലിയ പുള്ളിക്കാരിയുണ്ട്. പിന്നെ നമ്മുടെ പ്രമോദ് വെളിയനാട്, പ്രമോദിയായിട്ടുണ്ട് പുള്ളിയുണ്ട്. പിന്നെ നമ്മുടെ മധു പിന്നപ്പറ, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചാണ് ചെയ്തേക്കുന്നത്. ഇതിന്റെ ഒരു പടം ഇറങ്ങുമ്പോൾ OTT ആണ്, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഡയറക്ടർ എന്നുള്ള പ്രതീക്ഷ? എന്താ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ഡയറക്ടറെ സംബന്ധിച്ച് തിയേറ്ററിൽ പറയണമെന്നാണ് ആഗ്രഹം. നമ്മുടെ ഒരു സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് നമുക്കൊരിക്കലും നടക്കത്തില്ല. അതുമാത്രമല്ല, ഇപ്പോൾ ബിസിനസ് ആകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് പടം എടുക്കാന്ന് മാത്രമല്ലല്ലോ, നമുക്കൊരു പൈസ മുടക്കി ആൾക്ക് പൈസ തിരിച്ചു കിട്ടണമല്ലോ. അപ്പോൾ ഈ പടം ശരിക്കും OTTക്കാണ് ആപ്റ്റായിട്ടുള്ള സിനിമ. ഞാൻ ചോദിക്കട്ടെ, ഈ ലോ ബഡ്ജറ്റിൽ സിനിമകൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പക്ഷേ നിങ്ങളൊക്കെ പറയുന്ന ഒരു ബഡ്ജറ്റ് ഞാൻ പറയുന്നില്ല, ആ ഒരു ബഡ്ജറ്റിൽ ഒരു പ്രൊഡ്യൂസർ ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അങ്ങനെയുള്ള ആളുകളോട് ഈ ഒരു പടം ചെയ്താൽ OTTയിൽ എങ്ങനെ വിൽക്കാൻ പറ്റും, ഒരു ഉപദേശം കൊടുക്കാൻ പറ്റും? OTT സത്യം പറഞ്ഞാൽ ഒരു സിനിമ ചെയ്യുന്നതിനേക്കാളും പാടെന്നറിയോ പടത്തിൻ്റെ പ്രൊമോഷൻ ആളുകൾക്ക് എത്തിക്കാനാണ് ഭയങ്കരമായിട്ട് പ്രയാസം. ഇപ്പോൾ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും വലിയ ആളുകൾക്ക് എത്തിച്ചേർന്ന് അല്ലെങ്കിൽ നമുക്ക് വലിയ വീഡിയോസിനോടൊന്നും കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. ഈ പടത്തിനെ പറ്റി പറഞ്ഞു പോലും ചെല്ലാൻ പറ്റത്തില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ എങ്ങനെയുള്ളത് ചെയ്യാം. ബിസിനസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും അവരാദ്യം സത്യം പറഞ്ഞാൽ OTTക്കാരായാലും ആരായാലും ആദ്യം നോക്കുന്ന സ്റ്റാറാണ്, അല്ലെങ്കിൽ രണ്ടാമത് ക്വാളിറ്റി, അല്ലെങ്കിൽ പിന്നെ പടത്തിന്റെ കഥ പോകുന്ന രീതി. ഇത് മൂന്നും ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് OTT പടം വയ്ക്കാൻ പറ്റും. സ്റ്റാറില്ല ബാക്കി രണ്ട് കാര്യങ്ങൾ എടുക്കാൻ പറ്റിയത്. അപ്പോൾ അത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ വിൽക്കാൻ പറ്റും. പക്ഷേ വിറ്റെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചെറിയൊരു എമൗണ്ടിന് എടുത്താലും ബാക്കി എമൗണ്ട് വീണ്ടും കിടക്കുകയാണ്. പൈസ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സത്യം പറഞ്ഞാൽ ആളുകൾക്ക് ഇത് എത്തണമല്ലോ. നാളെ നമുക്ക് വീണ്ടും ഒരു സിനിമ ചെയ്യണമെങ്കിൽ പ്രൊഡ്യൂസറിന്റെ സൈഡ് പൈസ കിട്ടണം. പിന്നെ മുടക്കിയ പൈസയെക്കാളും കൂടുതൽ ഇത് കിട്ടാനല്ലേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു OTT കൊണ്ട് പടം കൊടുത്താലും അവർ ഇത്ര ഒരു തുകയ്ക്കായിരിക്കും സിനിമ എടുക്കുന്നത്. പിന്നെയും ബാക്കി പ്രൊഡ്യൂസർക്ക് വേണമെങ്കിൽ പുള്ളി പണിയെടുക്കണം. അങ്ങനെ പുള്ളി പണിയെടുക്കണമെങ്കിൽ വീണ്ടും കാശ് വെക്കണം പ്രൊമോഷന് വേണ്ടിയിട്ട്. അപ്പോൾ ലോ ബഡ്ജറ്റ് ചെയ്താൽ പടം ചെയ്യാൻ പറ്റും, വിൽക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ഒരു സെറ്റപ്പിലേക്കൊന്നും എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്കൊരു പ്രൊഫൈലായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രൊഫൈലാണ്, അഭിനയിച്ചവർക്കൊരു പ്രൊഫൈലാണ്. പൈസ തിരിച്ചു കിട്ടുമ്പോഴത്തേക്കും പുള്ളി ഒരു പടം ചെയ്തു എന്നുള്ളൊരു സന്തോഷം. ഈ വിഷ്ണുവിന്റെ ഒരു സിനിമയിലേക്ക് സ്വന്തമായ ഒരു പടം ചെയ്യാൻ വേണ്ടി ഷോർട്ട് ഫിലിമുകളുടെ എക്സ്പീരിയൻസ് മാത്രമാണോ, അത് ഏതെങ്കിലും സിനിമയുടെ ഭാഗമാവാൻ പറ്റും? സിനിമയിൽ ഇപ്പൊ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് വർക്കിയില്. പിന്നെ ഇന്നലെ തകർക്കുമ്പോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്. പക്ഷെ അത് ഇതേപോലെ പുതിയ ആളുകളൊക്കെ ചെയ്തൊരു പടമായിരുന്നു. പക്ഷെ ഇച്ചിരി കൂടെ നമ്മളെക്കാളും കുറച്ചുകൂടെ, അതായത് ഒരു ഇരുത്തം വന്ന ഡയറക്ടർമാരുടെ കൂടെ ആരും നിങ്ങൾ എന്നിട്ടില്ല. കാരണം അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് കാർഡുണ്ടോ,
അതിന് പൈസ അടയ്ക്കണം, അതിന് തന്നെ 1.5 ലക്ഷം രൂപയ്ക്ക് അടയ്ക്കണം. അപ്പോൾ പിന്നെ നമ്മളെ സംബന്ധിച്ച് ഇവിടെ 500 രൂപ കടം മേടിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിൽ പോയി കഥ പറയുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മളെങ്ങനെയാണ് കാർഡ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരുപാട് പേര് പിന്നെ നമ്മളെ വിളിച്ചിട്ട് ചെയ്യാം, അടുത്ത എൻ്റെ പടം വരുമ്പോൾ മോൻ അതിനകത്ത് കാണും എഴുതിയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് പടം അങ്ങ് ഫോൺ പോലും എടുക്കുന്നില്ല. വിളിക്കുമ്പോൾ ഒരു കോൾ അടിച്ചിട്ട് തിന്നു പോവാ. അങ്ങനത്തെ സഹിക്കാൻ വരാതെ നമ്മൾ പിന്നെ ഞാൻ ഒരുപാട് ശല്യപ്പെടുത്താൻ പോകുന്നില്ല. കാരണം നമുക്കറിയാലോ, ഞാൻ കൂടി വന്നൊരു 4 തവണയൊക്കെ വിളിക്കും, എടുത്തില്ലെങ്കിൽ അവിടെ പിന്നെ കഴിഞ്ഞു, പിന്നെ ഇല്ല കോണ്ടാക്ട്. പിന്നെ അവർക്ക് എന്തെങ്കിലും ആവശ്യം പരിപാടിക്ക് ആരും വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഞാനങ്ങനെ ചോദിക്കുന്നത്, ഒരു കോൺഫിഡൻസ് എവിടെ നിന്നാണ് എനിക്ക് പറ്റും? അതായത് ഒരാൾ ഇത്രയും രൂപ മുടക്കാം, ചെറുതോ വലുതോ, അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു, എന്നെ കൊണ്ട് ഇത് പറ്റും എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്ന ഒരു പോയിന്റ്. 3 വർഷം ഏതായാലും നടന്നിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് നമുക്കറിയാലോ നമ്മളെ കൊണ്ട് സാധനം ചെയ്യാൻ പറ്റും. അത് ചെയ്ത് കാണിക്കണം. ഒന്നാമത്തെ കാര്യം കാണിച്ചേ പറ്റത്തുള്ളൂ എനിക്ക്. ഇത് ഈ വർഷം ഇങ്ങനെ ഒരു പടം ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ ഇല്ലേ. ഇനി ഈ ഡയറക്ടർ എന്ന പേര് പറഞ്ഞ് വിഷ്ണു എന്ന് പറഞ്ഞ ആളില്ല, അതെനിക്ക് ഉറപ്പായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ തീരുമാനിച്ചെന്നാൽ ഈ പൈസയ്ക്ക് പടം എടുത്തേക്കാണ്. കാരണം ഇനി എനിക്കൊരു പ്രൊഡ്യൂസർ കിട്ടുന്നതിന് ധൈര്യമുണ്ട്. ഇതുകൊണ്ട് കാണിച്ചാൽ, അല്ലെങ്കിൽ ഇനി ഇരിക്കുന്ന സ്ക്രിപ്റ്റുകൾ ഇപ്പോൾ കയ്യിൽ സ്ക്രിപ്റ്റ് ഇട്ടിട്ടുണ്ട്, അപ്പം അതുപോയി സംസാരിച്ചാൽ ഒരാളാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു പ്രൊഡ്യൂസർ അതുപോലെ ആയിട്ടുമുണ്ട്. നമ്മുടെ മുമ്പിലേക്ക് നിൽപ്പുണ്ട് ഒരാൾ, ഈ പടത്തിൻ്റെ കുറച്ച് ഔട്ടൊക്കെ കാണിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ഓക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളതാണ് ഈ പടം ചെയ്തത്. കാരണം എൻ്റെ തരുന്ന പൈസയ്ക്കുള്ളതിനേക്കാളും കൂടുതൽ ഔട്ട് കൊടുക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഈ വിഷ്ണു ഒന്ന് അഭികരനോട് പറയാണ് സിനിമ ചെയ്യാൻ പോവാണ്, ആ ഒരു മൊമെന്റ് എങ്ങനെയെടുത്ത്? ഒരു മൂവ്മെൻറ്റ് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകണം. കുറച്ച് വർഷം എന്ന് പറഞ്ഞാൽ ഒരു 5 വർഷം പിന്നിലേക്ക് പോകണം. വിഷ്ണുവിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് എൻ്റെ കൂട്ടുകാരൻ്റെ കെട്ടുമുറുക്കിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ അന്നൊരു ഷോർട്ട് ഫിലിം, സഖാവ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിമിൽ ഒരു വേഷം ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറഞ്ഞു, അപ്പം ഞങ്ങളന്ന് പരിചയപ്പെട്ടു. അപ്പോൾ വിഷ്ണു പറഞ്ഞു, ചേട്ടാ ഇന്ന പോലാണ്, ഞാനിങ്ങനെ ആൽബംസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി, എങ്കിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് അന്ന് തുടങ്ങിയ ബന്ധമാണ്. അന്ന് ഞങ്ങൾ വിളിക്കുമ്പോൾ തന്നെ സിനിമ എന്നാണ് ഞങ്ങളുടെ സംസാരം. അതായത് ഒരു ദിവസം ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു 3 തവണയെങ്കിലും ഞങ്ങൾ സംസാരിച്ച് ഫോണിൽ കൂടെ, അത് ഫുൾ നമ്മൾ സംസാരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ഒരുപാട് വഴികൾ ഞങ്ങൾ തേടി. ഞാൻ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യം എടുക്കണം, ഒരുപാട് ഓഡീഷന് ഞാൻ പോയിട്ടുണ്ട്, പലയിടത്തും സെലക്ട് ആയിട്ടുണ്ട്. അവസാനം ഇവർ ലൊക്കേഷനിൽ വിളിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് കൊണ്ട് നിർത്തും. ഓക്കെ, എന്നിട്ട് നമുക്ക് കിട്ടുന്ന, ഞാൻ പറയാം, 600 രൂപയാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ നിന്നാൽ നമുക്ക് അവർ തരുന്ന പൈസ. 600 രൂപ. ബാക്കി കട്ട് ചെയ്യേണ്ടവന്മാർ കട്ട് ചെയ്ത് കോർഡിനേറ്റർമാരൊക്കെ എടുത്തിട്ട് വെറും 600 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ പിറ്റേ ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ നമ്മളവിടെ ബസ് സ്റ്റാൻഡിലോ എവിടെയെങ്കിലും കിടന്ന്, എന്തായാലും 600 രൂപയ്ക്ക് നമുക്ക് റൂം എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ പരിപാടി നിർത്തി. ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞു, എടാ അങ്ങനെ പോയിട്ട് കാര്യമില്ല, നമ്മൾ ചെയ്യുക, നമ്മൾ ചെയ്ത് പ്രൂവ് ചെയ്ത് കാണിച്ചാൽ നമുക്ക് എന്തായാലും അതിൻ്റെ ബലം നമുക്ക് കിട്ടും. അങ്ങനെ ആ ഒരു സംസാരം ഞങ്ങളുടെ പ്രൊഡ്യൂസറിലെത്തി. ഒരുപാട് പേരെ കണ്ടതിന് ശേഷമാണ് ഈ പ്രൊഡ്യൂസറിനെ നമുക്ക് കിട്ടുന്ന പോലും. അങ്ങനെ ഞങ്ങളെല്ലാം സംസാരിച്ച് അങ്ങനെ ഞങ്ങൾ സെറ്റ് ചെയ്തു. കാരണം ഇത് ഞങ്ങൾക്ക് വേറെ കാര്യമുണ്ട്, ഇത് ഞങ്ങൾക്ക് ചെയ്തില്ല എന്ന് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അടുത്താണ്, ഒരു 4 കിലോമീറ്റർ ഡിഫറൻസ്, പക്ഷേ ജില്ല 2, കോട്ടയം പത്തനംതിട്ട. അഭികിരണിന്റെ എത്ര പ്രായം എത്രയാ? എനിക്കിപ്പോൾ 26 റണ്ണിങ് ആണ്. നിങ്ങൾ അപ്പം ഒരു 4 വയസ്സിന്റെ വ്യത്യാസമാണ്. ഒരേ വേവിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ലോ. അതെ. ഈ ഒരു പടത്തിന് പ്രൊഡ്യൂസറും കഥയും ഒക്കെ സെറ്റ്, കഥയൊക്കെ നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. ഇത് പടം ഓണായി. അതെ. ആ ഒരു സമയത്ത് തോന്നിയ, ആ മൊമെന്റിൽ തോന്നിയ ഒരു മനസ്സിൽ തോന്നിയ ഒരു വികാരമാണ് ഞാൻ ചോദിച്ചത്. ഭയങ്കര സന്തോഷമായിരുന്നു. ഈ പിന്നെ വേറെ കാര്യം, ഇപ്പൊ ഇതിൻ്റെ അകത്ത് താങ്കൾ പറഞ്ഞതിൻ്റെ അകത്ത് ഒരൊറ്റ കാര്യം ഞങ്ങൾക്കുള്ളായിരുന്നു. 17 ദിവസം കൊണ്ട് ഈ പടം ഞങ്ങൾക്ക് തീർക്കണമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സന്തോഷമുണ്ട്, അതുപോലെ തന്നെ സങ്കടമുണ്ട്, ടെൻഷനുമുണ്ട്. കാരണം ഇത് നമ്മൾ പലയിടത്തും, നമ്മൾ ഇപ്പോൾ ഒരു ഷൂട്ടിന് നമ്മളിപ്പോൾ ഒരു ഷോപ്പ് എടുക്കുന്നു, അപ്പോൾ അയാളുടെ കച്ചവടം മുടങ്ങും അവിടെ. നമ്മളെപ്പോൾ ഷൂട്ട് തീർത്തിറങ്ങുന്നു അന്നേരം അയാൾക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ നമ്മൾ നമ്മുടെ ബന്ധത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുമുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം കൂടെ മിസ്ഡായിരുന്നു ഈ പടം. അപ്പോൾ ഈ 17 ദിവസം കൊണ്ട് ഈ പടം പ്രകൃതി പോലും നിങ്ങൾക്ക് അനുകൂലമായി നിന്ന് വേണം. തീർച്ചയായിട്ടും. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സ്ക്രിപ്റ്റിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചൊരു സാധനം? തീർച്ചയായിട്ടും. ബസ് വേണ്ടിടത്ത് എന്തായാലും ഓട്ടോ എടുക്കേണ്ട അവസ്ഥയായിരുന്നു നമ്മുടെ. അപ്പോൾ ബസ്സിനകത്ത് നായിക വന്ന് ഇറങ്ങുന്നു, അവിടെ ഓട്ടോക്കകത്ത് നായിക ഇറങ്ങുന്നു, കാറിൽ വന്ന് നായിക ഇറങ്ങുന്നു, സ്കൂട്ടറിൽ വന്ന് നായിക ഇറങ്ങുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് എഴുതി വെച്ച് നിങ്ങൾക്ക് അറിയാം. ഞാൻ ചോദിക്കുന്നത് അങ്ങനെ കോംപ്രമൈസ് ചെയ്തിട്ട് കാണുന്നു നാളെ പ്രേക്ഷകർ നമുക്ക് പക്ഷെ അത് ഫീൽ ചെയ്തില്ല. ഞാൻ ഈ പടം കാണുമ്പോൾ എനിക്കത് എവിടെയെങ്കിലും അടിക്കുന്ന ഒരു സാധനമാണ്. ഒരിക്കലും ഇല്ല. പിന്നെ വേറെ ഉണ്ട്, നമ്മൾ റിയാലിറ്റി ആയിരിക്കും. ഇപ്പൊ സാധാരണക്കാരന്റെ ഒരു പടമാണ് ശരിക്കും, ഒരു കുടുംബ ഫാമിലിക്ക് കാണപ്പെടുന്ന ഒരു സിനിമയാണ്. കാരണം അവർക്ക് കാണുമ്പോൾ അത് റിലീറ്റ് ചെയ്യും. ഉറപ്പായിട്ടും ഞാനാണല്ലോ ആ ക്യാരക്ടറും തോന്നുന്ന രീതിയാണ് നമ്മുടെ ജാനകിയുടെ. കാരണം നാട്ടിൻപുറത്തെ കുറെ കോമഡി, കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങളും എല്ലാം. ഇതൊരു ഫീമെയിൽ സബ്ജക്റ്റ് ആണ് ശരിക്കും. ജാനകി എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ സബ്ജക്റ്റ് ആണ്. പക്ഷെ നമുക്ക് ആ ഒരു ക്യാരക്ടറിനെ മാത്രം ഇപ്പോൾ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പോലെയൊക്കെ കാണിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മടിപ്പിടിക്കും. കാരണം നമുക്ക് കണ്ടിട്ടില്ലാത്ത ഒരു ക്യാരക്ടറാണ്, ഒരാളാണല്ലോ.
അതുകൊണ്ട് കുറച്ച് കോമഡിയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് കോമഡി ഉണ്ട് പടത്തിൽ, എന്നാൽ സീരിയസ് സബ്ജക്റ്റ് ആണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഇതിനകത്ത് പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൽ ലിറിക്സ് എല്ലാം എഴുതിയ ഞാൻ തന്നെ, കാരണം നമുക്ക് വേറൊരാളെ വിളിച്ച് ക്യാമറ ചെയ്തതിന്റെ ഇഷ്ടമാണോ? അതുകൂടെ അതിന്റെ ഒരു ഫ്രണ്ടാ ചെയ്തേക്കുന്നത്, അനന്തകൃഷ്ണൻ. അവൻ എന്റെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത ആളാണ്. അപ്പൊ വന്ന വഴി പറഞ്ഞില്ല, സിനിമ ഷോർട്ട് ഫിലിമിലെ പിള്ളേരാണ് മൊത്തം അസിസ്റ്റൻസ് ആയിട്ടൊക്കെ നിന്നിട്ടുള്ളത്. പിന്നെ ഞാൻ നേരത്തെ ചെയ്ത പടത്തില് ഒരു അതിനകത്ത് ലൈറ്റ് ചെയ്യാൻ വന്നൊരു ചേട്ടനുണ്ട്, ഗൂഗിൾ എന്ന് പറയുന്നത്, എറണാകുളത്തുള്ള പുള്ളിയാണ് പടത്തിൽ ലൈറ്റിനെ വിളിച്ചത്. കാരണം എനിക്കറിയാം പുള്ളിയെ വിളിച്ചാൽ പുള്ളി തീരും. ഒരു 4-5 ലൈറ്റ് ഓട്ടോറിക്ഷ കെട്ടി വെച്ചിട്ട് ആ പുള്ളി നമ്മുടെ നാട്ടിൽ വന്ന് ലൈറ്റ് കൊണ്ട് ഷൂട്ട് ചെയ്ത് തന്നത്. കാരണം വലിയ യൂട്യൂബിൽ സ്വന്തം നാട്ടിലായിരുന്നു ലൊക്കേഷൻ? അല്ല, കുന്നനാടല്ലായിരുന്നു, ചങ്ങനാശ്ശേരിയിലായിരുന്നു ലൊക്കേഷൻ. അറിയാവുന്ന ആളുകളൊക്കെ ഉള്ള ലൊക്കേഷൻ ആയിരുന്നു. എന്നെ അറിയാമോ? ഇല്ല, എന്നെ അറിയാത്തവർ നന്നായി. ചിന്തിക്കാൻ വയ്യ. വേറെ നാട്ടിലായുള്ള പ്രശ്നം വെച്ചാൽ ഞാനിപ്പോ പുറത്ത് കഴിക്കുമ്പോഴേ ഡയറക്ടർ ഒന്ന് കാണാൻ പറഞ്ഞോ, ഞാൻ പറയും പുള്ളിയാത്തിരിക്കും ശരി. കാരണം ഞാനാന്ന് പറയുന്നത് നമ്മുടെ കയ്യിലേക്ക് കൊടുത്ത് മീനൊക്കെ ഇട്ട് എല്ലാം അവിടെ കിടന്ന് ഉറങ്ങായിരിക്കും. കിട്ടുന്ന സമയം ചെറുതല്ലേ, കാരണം 17 ദിവസം കൊണ്ട് ഒരു ദിവസം 6 സീനൊക്കെ അടിച്ച് തീർക്കണം, എന്നാലേ തീരത്തുള്ളൂ ഇത്. അത് പിന്നെ ശ്രീദേവി ചേച്ചി ആയാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു കേട്ടോ. അഭിനയിച്ച ആൾക്കാരെല്ലാം സപ്പോർട്ട് ചെയ്തു. ക്രൂ ആണെങ്കിലും പിന്നെ വല്ല ചെറിയ ബണ്ടും എല്ലാം കൊടുത്താൽ മതി, അതും കഴിച്ച്. ഞാനത് പറയുമ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് നമ്മളെന്തായാലും നമ്മൾ ഈ വീഡിയോ കുത്തിയിരുന്ന് കാണുന്ന ആളുകളുണ്ടാവുമല്ലോ, അവരെ പറ്റിക്കാൻ പാടില്ല. അവരും പലരും ചിലപ്പോൾ സൈലന്റ് ഈ പടം കാണും, സൈലന്റ് പടം കാണും. പടം കണ്ടു കഴിയുമ്പോൾ യുവന്മാര് വന്നിരുന്ന് തള്ളിയത് ഞങ്ങൾ കേട്ടതാണ്, ഇതെന്താ ചെയ്ത് വെച്ചേക്കുന്നതെന്ന് ചോദിക്കാൻ ഇടവരുന്നത്. ഞാനിവിടെ കണ്ടുപിടിച്ച് ധൈര്യമായിട്ട് പറയും, അങ്ങനെ ആരും ചോദിക്കുന്നത് അവരുടെ കോൺഫിഡൻസ് ആണ്. അതായത് നമ്മള് ഞാൻ ഈ പടം കാണാതാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത്. ഇതിന്റെ ഇന്റർവ്യൂ എടുക്കുന്നതിന് ഒറ്റ മോട്ടീവേ ഉള്ളൂ, അത് ഒരൊറ്റ പോയിന്റ് ഉള്ളൂ. 22 വയസ്സുകാരന്റെ പടം, അത് മുപ്പേരി കച്ചവടം നിർത്തിയിട്ട് പടം എടുക്കാൻ പോയ ആളുടെ പടം. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ ആ ഒരു ഡയലോഗ് ഞാൻ ഒരുപാട് വട്ടം കണ്ട് ചിരിച്ചൊരു സാധനമാണ്. പശുവിനെ കറക്കാൻ സമയമില്ല പിന്നെ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ ആ ഡയലോഗ് അതിന്റെ അകത്ത് വർക്ക്ഔട്ട് ആവുമോ എന്ന് ഞങ്ങൾക്ക് സംശയമായിരുന്നു. വേണ്ടെന്ന് പറഞ്ഞ ഡയലോഗ് അത് ഇവന്മാരിത് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കത്തില്ല. എഴുതി അപ്പൊ ഞാനല്ല അത് എഴുതിയത്, സ്ക്രിപ്റ്റ് എഴുതി അഖിൽ എന്ന് പറഞ്ഞ ഒരാളാണ്. അപ്പൊ അവന്മാർ സമ്മതിക്കത്തില്ല. എന്തായാലും ഈ ഡയലോഗ് ലില്ലിയാണ് എന്റെ പേര്, ഇത് സമ്മതിക്കുന്നില്ല, ഡയലോഗ് എഴുതാൻ സമ്മതിക്കത്തില്ല. എന്നോട് പറയുന്നത് നോക്കടാ വീട്ടുകാർ കാണോ. ലില്ലിക്ക് 10,000 രൂപ എടുത്ത ഷോർട്ട് ഫിലിമാണ്. തിരിച്ചു കിട്ടി കേട്ടോ, അതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടി. യൂട്യൂബിൽ നമുക്ക് ആ വീഡിയോ ഇടുന്നതോടുകൂടിയായിരുന്നു യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ഓൺ ആവും. നമ്മുടെ സ്വന്തം ചാനലായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് നമുക്ക് സാമ്പത്തികം അതിനകത്ത് സഹായിച്ചു. പിന്നെ നിന്നു സിനിമയ്ക്ക് ഇറങ്ങിയപ്പോൾ അതിന്റെ അവസ്ഥ കഴിഞ്ഞു. അതെല്ലാം നമുക്ക് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയ്ക്ക് ഇത് ഇറക്കണ്ടെന്ന് പറഞ്ഞ ഡയലോഗാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാവരും പോകാറായപ്പോഴത്തേക്ക് ഞാൻ ആ 2 പിള്ളേരെ പിടിച്ചെടുത്തിട്ട് ഞാൻ ഇവന്മാരതേ നൈസായിട്ട് അത് ഷൂട്ട് ചെയ്യും. എഡിറ്ററിൻ്റെ അടുത്ത് വിട്ട് ഞാനാണല്ലോ പോയത്, ഞാൻ അത് കട്ട് ചെയ്യിപ്പിച്ചു. ഡബ് ചെയ്യും ഇവന്മാരെന്താ സമ്മതിക്കത്തില്ല, ഞാൻ പറയത്തില്ല. ഞാൻ പറഞ്ഞു നീ അത് പറ, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞോളാം പറ എന്ന് പറഞ്ഞ് ഇറക്കി. അന്ന് രാത്രി കിടന്നുറങ്ങി, പടം ഇറങ്ങി. അന്ന് ഷോർട്ട് ഫിലിം ഇറങ്ങി ഉറങ്ങി. പിറ്റേ രാവിലെ 25 കോളാണ്. കാരണം അന്ന് വൈകുന്നേരം തന്നെ സാധനം കയറി 30K 35K അടിച്ചു. അതുവരെ 2K ഒക്കെ കയറിക്കൊടുന്ന ചാനലാണ്. അവിടുന്ന് അപ്പോഴത്തേക്ക് എന്നെ വിളിച്ച് കൊള്ളാം നന്നായി. പിറ്റേ ദിവസം നോക്കുമ്പോൾ എല്ലാവരും സ്റ്റാറ്റസ് ചെയ്താ കേരളം മുഴുവൻ ഇത് ഇട്ടേക്കുന്നു. 4 ദിവസം മുംബൈയിൽ എടുത്ത് അതിനെ ട്രോൾ ചെയ്യുന്നു. പിന്നെ നമ്മുടെ മറ്റേ സത്യം പുള്ളിയുടെ നമ്പറില്ല, ഞാനത് കമന്റ് ഇട്ടിട്ടുണ്ട് നന്ദി ഉണ്ടത്. പുള്ളി കാരണമാണ് ഇതിനൊരു 5 ലക്ഷം വ്യൂസ് അതിനകത്ത് മാത്രം വന്നു. പുള്ളി അത് ട്രോളിയോട്ട് മാത്രം. പിന്നെ ഒരു ഡോക്ടർ ട്രോളി വളർത്തും. പോസിറ്റീവ് അങ്ങനെയാണ് ശരിക്കും ധൈര്യമായി കേട്ടോ. അത് കാരണം ധൈര്യമായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവനെ തന്നെ വെച്ച് ഞാൻ വേറെ വർക്കൗട്ട് ചെയ്തു. അത് ഫ്ലോപ്പായി. അതുകൊണ്ട് ഞാൻ അടുത്ത സിനിമ. അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ചേട്ടാ ഞങ്ങളൊരു പ്രൊഡക്ഷൻ കമ്പനി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഒരാൾ വന്നു. നന്നായിട്ട് പരിചയപ്പെട്ടൊക്കെ സംസാരിച്ചൊക്കെ പുള്ളി ഒരു ചുമതല സിനിമയുടെ ഒരു യൂണിന്റെ ചുമതലയൊക്കെയുള്ള നമ്മൾ യൂണിന്റെ വീഡിയോ പറയുന്നില്ല. സാധനം പുള്ളി ഞങ്ങൾ 2 ലക്ഷം രൂപ പഠിപ്പിച്ചോണ്ടാൽ മതി. ഞങ്ങൾ അസിസ്റ്റൻ്റായിട്ടൊക്കെ നിന്ന് വർക്ക് ചെയ്ത് കാശുണ്ടാക്കി ഞങ്ങൾ 5-6 പേര് കാശ് കൊടുത്ത് ചെയ്ത ഇത് രജിസ്റ്റർ ചെയ്യാനാണ്. മറ്റേ ചേമ്പർ ചെയ്യണം, അവിടെ ചെയ്യണം, ഇവിടെ ചെയ്യണം എന്നെല്ലാം കൂടെ പറഞ്ഞിട്ട് ഒരു 2 ലക്ഷം രൂപ പുള്ളി കൊടുത്തു. പുള്ളി ആദ്യം വിളിക്കാൻ ഫോൺ എടുക്കും. പിന്നെ കോള് നിന്ന് ഞങ്ങൾ സ്റ്റേഷനിൽ കൊണ്ട് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോഴത്തേക്കും പുള്ളിയെ പറ്റി വിവരമില്ല. പുള്ളി പിടിക്കിട്ടാ പുള്ളിയായിട്ട് നടക്കാം. അടൂരാണ് പുള്ളിയുടെ ഒരു വീട്, അടൂരാണ് പുള്ളി താമസിക്കുന്നത്. അടുത്താണ് വീട്ടിൽ ചെന്നു. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അവർ പറയുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ 2 ലക്ഷം അല്ലേ മക്കളെ പോയുള്ളൂ, ഇവിടെ 10 ലക്ഷം പോയി കിടക്കുക. അവൻ പറ്റിക്കാത്ത ആ ഒരു ഫീൽഡും ഇല്ല, നിങ്ങളെ പറ്റിച്ചു കിട്ടത്തില്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ ട്രൈ ചെയ്തു. പക്ഷെ നമുക്ക് ഞാൻ ചോദിക്കട്ടെ, ഒരുപാട് പേര് ഇപ്പം സിനിമയും വിഷ്വൽ കമ്മ്യൂണിക്കേഷനും സിനിമയും ഒക്കെ പഠിച്ചിട്ട് ഈ സിനിമ സ്വപ്നത്തിന്റെ പിന്നാലെ പോയി 30, 35, 40 വയസ്സായിട്ടും പടം ചെയ്യാൻ പറ്റാതെ നടക്കുന്ന ആളുകളുണ്ട്. വിഷ്ണു പഠിച്ചത് ITI എന്തായിരുന്നു? ഞാൻ CNC. അപ്പം ITI പഠിച്ച ഒരാൾ 22 വയസ്സേ ഉള്ളൂ, വലിയ പ്രായമൊന്നും ആയിട്ടില്ല. അതായത് അസിസ്റ്റന്റ് ആയിട്ട് കയറാൻ പറ്റുന്ന ഒരു പ്രായം. അവിടെയാണ് വിഷ്ണു ചെറുതെങ്കിലും ഒരു പടം ചെയ്തു. പടം ഞങ്ങൾക്ക് ചെറുതാണ്, ബഡ്ജറ്റ് ചെറുതാണ്, ഞങ്ങൾ ചെറുതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ പടം. അപ്പം
എന്താണ് ആ ഒരു എത്രാമത്തെ വയസ്സിലാണ് ഈ ഒരു പടം എന്ന് പറയുന്ന ഒരു സ്വപ്നം മനസ്സിൽ കയറിയത്? പിന്നെ ഈ വീട്ടുകാരുടെ സപ്പോർട്ട് ഏറ്റവും കൂടുതൽ. വീട്ടുകാര് സപ്പോർട്ടാണ്, പക്ഷെ എന്നാലും ടെൻഷനാണ്. വല്ലോ നമ്മൾ എന്തോതിലേക്ക് പോകുന്നുള്ള ടെൻഷനുണ്ട്. ഇനി ഇത് കഴിഞ്ഞ് ഇനി അടുത്ത് എന്തായിരിക്കും? അതൊരു വലിയ ചോദ്യം. ഈ ഒരു ചെറിയ ലോ ബഡ്ജറ്റ് പടം ഇറക്കി സൈനയിൽ കൊണ്ടു, ഇനി ഷോർട്ട് ഫിലിം കളിച്ച് നടക്കാൻ പറ്റത്തില്ല. നമുക്കിനി വലിയ പടങ്ങൾ കിട്ടിയില്ലെങ്കിൽ വിട്ടു, നമ്മുടെ ജീവിതം വിട്ടില്ലേ. അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട് എന്തായാലും. അല്ലെങ്കിൽ അതിനുവേണ്ടി ട്രൈ ചെയ്യും ഉറപ്പായിട്ട് ഞാൻ. കാരണം ചേട്ടൻ മുമ്പ് പറഞ്ഞു 22 വയസ്സല്ലേ ആയുള്ളൂ, 25 വയസ്സിൽ ഞാൻ ട്രൈ ചെയ്യും. എന്നിട്ട് നടന്നില്ലെങ്കിൽ സന്തോഷത്തോടെ കിടത്തില്ല. ആണ് എനിക്കറിയാം. എന്നാലും നമ്മുടെ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ പറയുന്നത് അത്ര വലിയ സെറ്റപ്പ് ഫാമിലി. ഈ പടം ഹിറ്റാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് സ്ക്രിപ്റ്റ്, എനിക്ക് ശരിക്കും പിന്നെ എഴുത്താണ് ഇഷ്ടം. കൂടുതൽ എനിക്ക് എഴുത്താണ് ഇഷ്ടം. പിന്നെ നമ്മൾ സ്കൂളിൽ തൊട്ട് നമ്മൾ നാടകം ചെയ്തതാണ്. ഞാൻ തന്നെ നായകനായിട്ട് ഞാൻ തന്നെ എഴുതുന്ന നാടകം. അതിനകത്ത് അങ്ങനെ വന്ന് +2 കഴിഞ്ഞപ്പോഴത്തേക്ക് കോവിഡ് ഒക്കെ ആയല്ലോ. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമല്ലോ. അപ്പം നമ്മുടെ ടിക്ടോക്ക് ആദ്യം തുടങ്ങി പരിപാടി. ടിക്ടോക്കിൽ ആദ്യം പരിപാടി അടിച്ചു തുടങ്ങി. അങ്ങനെ ടിക്ടോക്ക് കഴിഞ്ഞപ്പോൾ നമ്മുടെ കരിക്കിൻ്റെ വെബ് സീരീസ് ഇറങ്ങും, തേരാപ്പാര. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ യൂട്യൂബ് ചാനൽ തുടങ്ങി കരിക്കിനെതിരെ മത്സരിക്കാം. അങ്ങനെ കരിക്കിനെതിരെ തുടങ്ങി. കരിക്കിനെ വിട്ടുപോയി, ഞങ്ങളുടെ റെഡ്സോൺ മീഡിയ. ആദ്യം കോലുമുട്ടേ തന്നെ ചാനലിന്റെ പേര്. അവിടെ നിന്ന് വെച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ വേണമല്ലോ. അപ്പൊ ഇതുപോലെ ചുമ്മാ പ്ലാനിങ് ഭയങ്കര പ്ലാനിങ് ആയിരിക്കും ഇരുന്നിട്ട്. അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ക്യാമറ അവിടെ വെക്കണം, ഇവിടെ വെക്കണം. അവസാനം മറ്റേ DSLR ചെറുത് പറഞ്ഞ എടുത്തോണ്ട് വരും. എനിക്ക് തിരിക്കാൻ പോലും പറ്റില്ല, സ്റ്റക്കായിട്ട് ഇരിക്കുന്ന ഇതൊക്കെയായിട്ട് വന്നിട്ട് അത് ഷൂട്ട് ചെയ്യുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് പകുതി പേര് നിർത്തി. ഇനി ഈ പരിപാടിക്ക് നിൽക്കുന്നില്ല, പൊട്ടിയല്ലോ. അങ്ങനെ പൊട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് പുതിയ ടീമിനെ പരിചയപ്പെട്ടു. അങ്ങനെയാണ് അനത്തിനെയൊക്കെ പരിചയപ്പെടുന്നത്. പഴയ പോയി അമ്മ രക്ഷപ്പെട്ടു, മെഡിക്കൽ പഠിക്കാൻ അവിടെയൊക്കെ പോയി. ഞാൻ വീണ്ടും ബാഗും തൂക്കി കോളേജിൽ പോകാൻ തുടങ്ങി. അങ്ങനെ വിചാരിച്ച് ഈ പരിപാടി നിർത്തിയേക്കാം. അങ്ങനെ കോവിഡ് ലാസ്റ്റ് സമയമൊക്കെ ആയപ്പോൾ മറ്റേ കോവിഡ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു ഒരുപാട്. കോവിഡ് കൊണ്ടാണ് ഞാൻ ഡയറക്ടർ മറ്റേ മെക്കാനിക്കൽ പരിപാടി നടക്കേണ്ടി വന്നത്. ഇത് കാരണം ലാസ്റ്റ് കൂട്ടുകാരന്മാരെല്ലാം കോവിഡ് ലാസ്റ്റ് തിരിച്ചു വന്നില്ല, പുതിയ ടീമിനെ എടുത്തു. നമ്മളൊക്കെ കോവിഡിന്റെ സമയത്ത് വീട്ടിൽ പഴകഞ്ഞി കുടിച്ചോണ്ട് ഇവന്മാരപ്പോ തിരിച്ചു വന്നു. കോവിഡ് ആയപ്പോ പുതിയ ടീമുമായി. നമുക്ക് കോവിഡിന്റെ വീണ്ടും ഒരു ഇത് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാം തിരിച്ചു വന്നു. അപ്പൊ അവന്മാർ വെച്ച് ഞാൻ ഒരു ആൽബം ചെയ്തു. ആ പാട്ട് കയറി ക്ലിക്കായി അത്യാവശ്യം ചെറുതായിട്ട്. അത് കഴിഞ്ഞിട്ടാണ് ലില്ലി ചെയ്യുന്നത്, ഷോർട്ട് ഫിലിം ചെയ്യാന്ന് പറഞ്ഞാൽ ലില്ലി ചെയ്യുന്നത്. ലില്ലി ചെയ്തപ്പോഴാണ് ധൈര്യമായി. അപ്പോൾ ഇവന്മാരെല്ലാം സപ്പോർട്ടാണ് തുടങ്ങി. ചെയ്തു, മറക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ 3 വർഷം നടന്നു. അതെ, അമ്മമാര് പണിക്കും പോയി കാശ് മേടിച്ചു. ഞാൻ അമ്മമാരെ കാശ് മേടിച്ചു കഥ പറയാൻ പോവാ. ഇപ്പോഴും പറയും നടക്കും എന്ന് നടന്നു തീരുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ദൈവഭാഗ്യം പോലെ ഉപ്പേരി കച്ചവടത്തിന് പോയപ്പോൾ പരിചയപ്പെട്ടുള്ള ഉപ്പേരി കച്ചവടത്തിന് ലാഭമായി അങ്ങനെ പെട്ടിലാക്കി. ഒന്നുമില്ലല്ലോ, നിങ്ങളെ പോലെ ഒരു പുതുമുഖങ്ങൾക്ക് ലോ ബഡ്ജറ്റ് ആണെങ്കിൽ പോലും ഫണ്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. എല്ലാവരെ കൊണ്ടും പറ്റുന്നത്. പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. അല്ല, പുള്ളി അഭിനയിക്കാൻ വേണ്ടിയിട്ടല്ലായിരുന്നു കേട്ടോ. പുള്ളി ചെറിയ റോളാണ് പുള്ളി ചെയ്തേക്കുന്നത്. പുള്ളിയുടെ ചേട്ടൻ അഭിനയിക്കും, സുരേഷ് ചിത്രശാല. പുള്ളിക്ക് വേണ്ട സത്യം പറഞ്ഞാൽ പുള്ളി ഇങ്ങനെ സിനിമ ഈ പ്രമോദ് വെളിയനാടൊക്കെ ഒരുപാട് നല്ല പടങ്ങൾ ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പം ഈ ഒരു പടം വലിയ ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലാത്ത പടത്തിലൊക്കെ പുള്ളി വരുന്നതിന് ബുദ്ധിമുട്ടൊന്നും പറഞ്ഞു. എല്ലാ പടത്തിലും അങ്ങനത്തെ പുള്ളി പോയി. ഭയങ്കര നല്ല മനുഷ്യനാണ്, ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് പുള്ളി. കാരണം നമ്മളോടത്തുള്ള പുള്ളി ചെയ്തൊരു പടമാണ് കാത്ത് വരികയാണ്. അതിനകത്ത് മെയിൻ വില്ലനായിട്ടാണ് പുള്ളി ചെയ്തത്. ബാക്കി മൊത്തം പുതുമുഖങ്ങളാണ്. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇവരുടെ മധുചേട്ടൻ. പിന്നപ്പുറം മധുചേട്ടനൊക്കെ ഞങ്ങൾ പടം ഷൂട്ട് ചെയ്യുമ്പോൾ ഫുൾ സമയം ബിസിയാണ്. ഇഷ്ടംപോലെ സ്റ്റേജ് പരിപാടി വന്നിരിക്കുക. അപ്പോൾ ഒരു 10 ഫസ്റ്റ് ടൈം പറയാൻ പുള്ളി പൈസ ഒന്നും മേടിച്ചിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന്. പുള്ളി ശരിക്കും പറഞ്ഞാൽ എമൗണ്ട് കൊടുക്കേണ്ട ഒരു, പക്ഷേ പുള്ളി ഒന്നും മേടിക്കുക. നമ്മുടെ അനിയന്മാരെന്നുള്ള രീതി വന്ന് പുള്ളി നമ്മളെ സഹായിച്ചിട്ട് പോയതാണ്. ഒരു അനിലമ്മ വലിയ നല്ല പൈസക്കാണ് പുള്ളിക്കാരി ഓരോ പടത്തിൽ അഭിനയിക്കുന്നത്. നമ്മുടെ അടുത്ത് വന്നത് ചെറിയ ഒരു എമൗണ്ട് ഒക്കെ മേടിച്ചു. അവരെ താമസിപ്പിക്കാനൊക്കെയായിരുന്നു നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങളൊരു റൂമിനകത്ത് കണ്ടില്ലേ മറ്റേ ഭാര്യയ്ക്ക് തലവശിയാണ് അല്ല, ഞങ്ങളെ ഇതിനകത്ത് ശ്രീദേവി ചേച്ചി അഭിനയിച്ച ചേച്ചി. അപ്പോൾ നമ്മളൊരു വീട് എടുത്തേക്കാം. ചേച്ചിക്ക് AC റൂമൊക്കെ പെയിൻ്റൊക്കെ നമ്മൾ തലവസം അടിച്ചിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ പുള്ളിക്കാരി താമസിച്ച റൂമിലോട്ട് വരും. അപ്പോൾ പുള്ളിക്കാരി വരുന്ന റൂമൊക്കെ എല്ലാം റെഡിയാക്കണം, കട്ടിലൊക്കെ വിരിച്ച് റൂമൊക്കെ തൂക്കണം. അപ്പോൾ ഞാൻ ഡയറക്ടറാണല്ലോ. ഞാൻ പുള്ളിക്കാരി അപ്പോൾ കാറെ വന്ന് ഇറങ്ങുമ്പോൾ ഞാൻ ചേച്ചിയുടെ റൂമിൽ തൂക്കൊണ്ടിരിക്കും. ചേച്ചി തിരികെ നീ ഡയറക്ടർ, ഞാൻ പറഞ്ഞ ചേച്ചി, ഞാൻ നേരെ ഓടി. ആ അവസ്ഥ റൂമ് തൂക്കണം, എല്ലാം നമ്മൾ ചെയ്യേണ്ട എൻ്റെ വന്നൊരു അവസ്ഥ വന്നു. കാരണം അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് അമ്മമാരെ കൊണ്ട് പണിയെടുപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അതിനുള്ള സ്റ്റാഫിനൊക്കെ ഉള്ള പൈസ നമുക്കില്ല. ഒരു എനിക്കൊന്ന് 7 പേരാക്കും. ഫുൾ 7 പേരെ പടത്തിൽ ആകെ വർക്ക് ചെയ്തിട്ടുള്ളൂ. ഈ പടത്തിന് വേണ്ടി ഫോക്കസ് ഫുള്ളിങ് എല്ലാം കൂടി 7 പേരാണ്. ആർട്ട് ഡയറക്ടറിനായിരിക്കും അതൊരു അസിസ്റ്റന്റ് ആണ്, രണ്ടാമത്തെ അസിസ്റ്റന്റ്. തുണി തേക്കുന്നത്
സ്വന്തമായിട്ട് നമ്മൾ മേടിച്ച ഒരു തേപ്പൂട്ടി നമുക്ക് കേടായിപ്പോയി. അപ്പുറത്തെ വീട്ടിലെ തേപ്പൂട്ടിത്തോളം നമ്മൾ തുടങ്ങുന്നത്. അപ്പൊ അപ്പുറത്തെ പിള്ളേർ വന്ന് നിൽക്കും, രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ വേണ്ടി യൂണിഫോം തേക്കാം. അപ്പൊ നമ്മള് ചേച്ചി ആ യൂണിഫോം വന്നേക്ക്, പുള്ളിയുടെ യൂണിഫോം, മക്കളുടെ യൂണിഫോം തേക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് ആണ് നല്ല വിചാരിച്ചത്. ഒരാൾ വിചാരിച്ച കല്യാണത്തിന്റെ വെഡിങ് ആയിരിക്കും, ചെറിയ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നിൽക്കുമ്പോൾ എന്നാ സേവ് ദ ഡേറ്റ് പുള്ളിക്കാരി ആ അവസ്ഥയായിരുന്നു അവിടെ. അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ ഞാൻ ഡയറക്ടർ എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയായിരുന്നു. ഷൂട്ടിംഗ് പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ, കോമഡി ആയിരുന്നു. ഷൂട്ടിംഗിൽ മറക്കാൻ പറ്റാത്ത അനുഭവം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ പറയില്ല ഇത് തന്നെ. ഇപ്പോ ഈ ഷൂട്ടിംഗ് അല്ല, ഷൂട്ടിംഗ് ആണെന്ന് എഴുതിയിട്ടേ കുറെ പിള്ളേരൊക്കെ കാണാൻ പോയി. ഷൂട്ടിംഗ് കാണാൻ വേണ്ടി സിനിമ ഷൂട്ടിംഗ് അല്ലേ. അപ്പൊ ഇത്ര നേരം സംസാരിച്ചിരുന്നത് ഞാൻ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റി മറ്റേ കണ്ണാടി വെച്ചിട്ട് വന്ന് മറ്റേ വെടി വന്നിട്ട് കൈ കാണിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേക്ക് അവർ അയ്യേ ഇതായിരുന്നു സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങനെ തരുന്നു നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ സിനിമയ്ക്കാണെന്ന് പറഞ്ഞാൽ പോകും, എൻ്റെ 10 പേര് വിളിക്കും. ജൂനിയർ ആർട്ടിസ്റ്റ് നമുക്ക് പൈസ കൊടുക്കാനില്ലല്ലോ, നാട്ടിലുള്ളവരെ വിളിക്കും. ഈ ക്യാമറയും പരിപാടിയൊക്കെ ചെറുതായിട്ട് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഇവര് പകുതി പേര് പോകും. പിന്നെ ബാക്കിയുള്ളവരുടെ കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് ഇതിൽ ഏറ്റവും വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. ഒരു സ്ഥലത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോയി. അപ്പോൾ അന്ന് മറ്റേ ശബരിമലയുടെ ഒരു പരിപാടി അയ്യപ്പവളക്കിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ നാട്ടിൽ മൊത്തം വെള്ളമാണ്, എല്ലാം വെള്ളം അടിച്ചിട്ടിരിക്കുക. അപ്പോൾ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് 4 കാർ ഉണ്ട്. ഈ 4 കാർ കൊണ്ട് പാർക്ക് ചെയ്ത് പറയുമ്പോൾ നമുക്ക് പൈസ വേണം, പാർക്കിങ്ങിന് പൈസ വേണം. അപ്പോൾ എനിക്കാണ് തീർക്കണം ഷൂട്ട്. അന്ന് തീർത്ത് ആയിട്ട് ഒരു സീൻ എടുത്തിട്ട് ഒരാളെ പറഞ്ഞു വിടാനുള്ള എനിക്കാണ്. ഇവന്മാർ സമ്മതിക്കത്തില്ല. എന്തായാലും കാറിങ്ങിന് പൈസ, കാർ പാർക്ക് ചെയ്തതിന് പൈസ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ഡീൽ ചെയ്യും, ഞാനിപ്പോൾ വരാം. അടുത്ത ലൊക്കേഷൻ വരെ പോയി. അപ്പോൾ പുളിങ്കുന്നാണ് അടുത്ത ലൊക്കേഷൻ. പുളിങ്കുന്ന് ലൊക്കേഷനോട് നോക്കാൻ വേണ്ടി പോകാൻ വേണ്ടി ഞാനും ക്യാമറമാരുടെ ബൈക്കിന് ഞങ്ങൾ പുളിങ്കുന്ന് പോയി. തിരിച്ചു വന്നപ്പോൾ അവിടെ ഭയങ്കര ചെറിയ വിളിയും പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ തിരിച്ചു വരുമ്പോൾ പ്രൊഡ്യൂസറിനെ തെറി വിളിക്കുക. കാരണം പുള്ളിക്ക് 200 രൂപ കൊടുത്തു, പുള്ളിക്ക് അത് പോരാ. ഒരു കാറിന് 500 രൂപ വെച്ച് വേണം പുള്ളിക്ക്. അങ്ങനെ 4 കാറിൻ്റെ കാശ്. ആ കാശ് ഉണ്ടെങ്കിൽ 2 ദിവസം ചൂട്ട് വിടും. അവന് കാശ് വേണം, ഒരു രക്ഷയില്ല. പ്രൊഡ്യൂസറിനെയൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിൻ്റെ കാറിൻ്റെ താക്കോൽ ഊരി മേടിച്ചു. ഞാൻ പറഞ്ഞു ചേട്ടാ താക്കോൽ എടുക്കും. പുള്ളി ഒന്ന് താക്കോൽ എടുക്കാൻ പറ്റത്തില്ല, പൈസ എന്നിട്ട് പോയാൽ ഞാൻ ഒറ്റയടി കൊടുക്കാറുണ്ട്. ഒരു നാട്ടിൽ മൊത്തം പട്ടി കാണാനും ഞങ്ങൾ ശ്രീദേവി ചേച്ചിയൊക്കെ അവിടെ ക്യാമറയും ക്രൂവും നിൽക്കുക. ഞാൻ പറഞ്ഞു ക്യാമറയും ക്രൂവും കിട്ടി വിട്ടും അവിടെ അടി. എൻ്റെ ഷർട്ടൊക്കെ വലിച്ചു കയറിയിട്ട് ഞാൻ തിരിച്ച് ലൊക്കേഷൻ ചെല്ലുമ്പോൾ ഷർട്ടൊന്നും ഇല്ല, തിരിച്ച് ഷർട്ടില്ലാതെ ബൈക്കിൽ പോവാം. ആ അവസ്ഥയായിരുന്നു ലൊക്കേഷൻ. കാരണം നമുക്ക് അവിടെ നിന്ന് ഊരി പോകാൻ പറ്റാത്തൊരവസ്ഥ. ഒരു നാട് നമ്മൾ ലോക്ക് ചെയ്തിട്ടേക്കാം, പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ലോക്ക്. അപ്പോൾ നമ്മൾ നമ്മുടെ അവസ്ഥയൊക്കെ പറഞ്ഞു സമ്മതിക്കുന്നു. സിനിമ ഷൂട്ടിംഗ് ആണ്. അതായിരുന്നു പ്രശ്നം. സിനിമ ഷൂട്ടിംഗ് ആകുമ്പോൾ കാശുണ്ടല്ലോ. പിന്നെ ചേച്ചിയൊക്കെ അത്യാവശ്യമുണ്ട്. അപ്പോൾ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് ഷോ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അവിടെ 2 കൊടുക്കാൻ ഊരി പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ നമ്മൾ ഈ നാട്ടിൻ പുറത്ത് ഭയങ്കരമായിട്ട് തന്നെ നടക്കുന്ന ആൾക്കാരാണ്. അല്ല നമ്മൾ ഈ പറഞ്ഞ മറ്റേ ഗെറ്റപ്പ് അതല്ല. അപ്പോൾ നമുക്ക് ഉറപ്പാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ അമ്മയ്ക്കും അങ്ങനത്തെ രീതിയിലാണ് തിരിച്ച് റിയാക്ട് ചെയ്യുന്നത്. നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ല. 2 കൊടുത്തു. പിന്നെ ഞാൻ നോക്കും ക്ലാപ്പ് ബോർഡും കൊണ്ടൊക്കെ മറ്റേ ക്ലാപ്പ് ബോർഡ് എഴുതിക്കുന്ന സാധനമൊക്കെ കറങ്ങുക. അതായിരുന്നു സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ്. അത് അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ പടം ഷൂട്ട് ചെയ്ത് 17 ദിവസം എത്തിച്ചപ്പോഴത്തേക്കും പോസ്റ്റ് പ്രൊഡക്ഷൻ അത് വലിയൊരു പ്രശ്നമായി. പക്ഷെ അവിടെ നമ്മുടെ മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരി അവർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പിന്നെ നമ്മൾ ഈ കളർ ചെയ്യുന്ന ആക്കിയാലും നമുക്ക് കടുവയുടെ ഒരു സോങ് കളർ ചെയ്ത് എല്ലാവർക്കും കട്ട് ചെയ്ത് പഠിച്ചു. പിന്നെ ഡബ് ചെയ്തേക്കുന്ന അവിടുത്തെ കുറെ ആർട്ടിസ്റ്റുകൾ മറ്റേ അവിടുത്തെ സ്റ്റുഡിയോയിലെ ആളുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ഹെൽപ്പ് അങ്ങനെ ചെയ്ത് ടെക്നിക്കൽ സൈഡ് മൊത്തം നന്നായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇനി കാണുമ്പോൾ ബാക്കിയുള്ള ഫൈനൽ ഔട്ട് കാണുന്നൊരു നിമിഷം ഉണ്ടല്ലോ. പക്ഷെ എനിക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല. 1000 തവണ കണ്ടല്ലോ. അതല്ല ഫൈനൽ ഔട്ട്, എന്നാലും ഒരു ഫൈനൽ ഔട്ട് ആദ്യം കാണുന്നൊരു നിമിഷമുണ്ട്. ഇനി എത്ര വട്ടം കണ്ടാലും നമ്മുടെ കുഞ്ഞായാലും കാണുന്നൊരു ആ ഒരു നിമിഷമുണ്ട്. ആ നിമിഷം വിഷ്ണുവിന്റെ മനസ്സിൽ തോന്നിയ സാധനം സാറിന്റെ മുഖം ആദ്യം ഓർമ്മ. സത്യം പറഞ്ഞാൽ സന്തോഷമാണ്. സംവിധാനം വിഷ്ണു എന്ന് എഴുതി കാണിച്ചപ്പം മനസ്സിൽ വന്ന മുഖം അല്ല എനിക്ക് എന്റെ തന്നെ വരത്തുള്ളൂ. കാരണം ഞാൻ കണ്ടേക്കുന്നത് ഇങ്ങനെയല്ല സംവിധാനം. ഈ വലിയ ലെവലല്ലേ, ഈ ലെവലില്ല. എനിക്കപ്പോ ഞാൻ പറയും ഈ ലെവലല്ല ഇനി അടുത്ത ലെവൽ. ഇനി ഞാൻ തിയേറ്ററിനെ പറ്റി ആലോചിക്കുന്നത്. പേപ്പർ എഴുതുക, ഇഷ്ടം കാണിക്കും, പേപ്പർ എഴുതുക. ഇതാണ് എന്റെ സൗകര്യം. ഉറപ്പായിട്ട് പറയും, ഉറപ്പായിട്ടും. ഒരു 2 കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇനി ഡ്രോയിങ് വരും. അത് മറ്റേ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടായിരിക്കും ഞാൻ വരുന്നത്. ഇല്ല ഞാൻ പറയത്തില്ല, അത് ഞാൻ തീരുമാനിച്ച ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു മനുഷ്യനെ ഞാൻ മറക്കത്തില്ല. പക്ഷെ ഹെൽപ്പ് ചെയ്യാത്തവരെ നമ്മൾ ഞങ്ങളുടെയൊക്കെ ഒരു അനുഭവം അങ്ങനെ. ഞങ്ങളിങ്ങനെ പലരും ഒന്നും അല്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ കയറ്റി കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോ 2 ലക്ഷം ഉണ്ടോ 3 ലക്ഷം ഉണ്ടോ ഇല്ലട്ടാ, അത് നമ്മൾ ചെയ്യുന്നില്ല. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ മറക്കത്തില്ല, അത് ഉറപ്പായിട്ടും. അല്ല ഞാൻ തമാശയുടെ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ചേട്ടനൊക്കെ സഹായിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. കാരണം ഞങ്ങൾ ഇത്ര പേരെ വിളിച്ചിട്ടുണ്ടെന്ന് ഈ പടത്തിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മളാരും സപ്പോർട്ട് ചെയ്തില്ല. ഒന്നേ അവർക്ക് അറിയപ്പെടുന്ന വലിയൊരു ആർട്ടിസ്റ്റ് വേണം, അല്ലെങ്കിൽ പൈസ. അത് നമ്മളെ കൂടെ ചെയ്യാൻ വിടുന്ന അവര് ചോദിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു ആർട്ടിസ്റ്റിനെ പടത്തി വെക്കണം.
ആ രീതിയിലുള്ള എമൗണ്ട് ചോദിച്ചിട്ടൊക്കെ ആയി നാട്ടിൽ സത്യം പറഞ്ഞപ്പോൾ പിന്നെ അങ്ങനെ പുതിയ ആൾക്കാർ വളരുന്നത്. നമ്മൾ തന്നെ ഇവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ ഇവരെ ഫോളോ ചെയ്ത് നമ്മൾ നിൽക്കും. പക്ഷെ നമുക്ക് ഒരിക്കലും അവർ സഹായിക്കത്തില്ല, അല്ലെ ചെറിയ രീതിയിൽ സഹായിക്കാൻ അതും പറ്റത്തില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതാ ഞാൻ പറയാം, പ്രൊമോഷൻ എന്ന് പറയുന്നത് പൈസ ഇല്ലാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. അതേപോലെ നമ്മൾ അലയണം അതിന് വേണ്ടിയിട്ട്. അങ്ങനെ അലയാൻ ഞങ്ങൾ തയ്യാറായതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്. ഇവിടെ വരാൻ വേണ്ടി വലിയ അലച്ചിലൊന്നും വന്നില്ല. അല്ലല്ല തപ്പിയെടുക്കാൻ ഒരുപാട് നമുക്കൊരു പ്രൊമോഷൻ ടീമില്ലല്ലോ, ഉറപ്പായിട്ടൊരു പ്രൊമോഷൻ ടീമില്ല. പിന്നെ നമ്മൾ തന്നെ വേണം വിളിക്കും. ഞാൻ തന്നെ വിളിക്കും, മറ്റേ ചേട്ടാ ഞാൻ ഒരു പടത്തിന്റെ അത് അതിൻ്റെ അതൊരു കഥയുണ്ട്. ഒരു 40ഓളം ഇന്റർവ്യൂ ചാനലിന്റെ ലിസ്റ്റ് നമ്മൾ എടുത്തു. അപ്പൊ ഈ പ്രൊമോഷൻ പരിപാടി എല്ലാം ഞാൻ അങ്ങേറ്റു, നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം വിളിച്ച അതായത് കേരളത്തിലെ നമ്പർ 1 ചാനലാണത്. എല്ലാ ഇവന്റും, ആർട്ടിസ്റ്റിന്റെ എല്ലാ ഇവന്റും എടുക്കും. അപ്പോൾ ആളോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ്, ലോ ബഡ്ജറ്റ് ആണ് നമ്മുടെ മോനെ, ഒരു കാര്യം ചെയ്യും, ഒരു രൂപയും കൊണ്ട് ഇങ്ങനെ പോരും, ഒന്നും നോക്കണ്ട, ഫുൾ പ്രൊമോഷനാണ്. അമ്മ ചേട്ടാ ആ പൈസ ഉണ്ടായിരുന്നേ ഞങ്ങള് ഫസ്റ്റ് കോഴ്സ് 35 ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഇറക്കിച്ചു. ഇവരെ ആകെ വിളിച്ചെടുക്കുന്ന കമ്പനി കഥയൊക്കെ പറയാൻ പോയിട്ടുള്ള ബന്ധങ്ങളാണ്. ഇനി അടുത്ത ഇവരെ ഇവിടെ വിളിപ്പിക്കാൻ പറ്റത്തില്ല, അടുത്ത ആളുടെ നമ്പർ നോക്കണം. ഇവരെ വിളിക്കുമ്പോഴത്തേക്ക് ഇവരെ ഉറപ്പായിട്ടും ചിലപ്പോൾ ചെയ്യുന്നവർ കാണും, ചെയ്യാത്തവർ കാണുമല്ലോ. അപ്പൊ അതൊക്കെ വലിയൊരു കഷ്ടമായിട്ടോ, ഭയങ്കര പാടാണ്. കാരണം ഈ ട്രെയിലർ ഇറക്കണം, സോങ് ഇറക്കണം, പിന്നെ ഈ പറഞ്ഞ പടം ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 2-3 നേരെ കൊണ്ട് അങ്ങനെ പ്രൊമോഷൻ ഒരു ടീമില്ല, പ്രൊമോഷന് പൈസ ഇല്ല, അങ്ങനെ ഒന്നിനും പൈസ ഇല്ല, വണ്ടിക്കൂലി കാശില്ല. എന്നാലും പടം നല്ലതാണെങ്കിൽ ആളുകൾ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയുമല്ലോ, എത്രയോ പടങ്ങൾ അല്ല കണ്ടു കഴിഞ്ഞിട്ട് ഒരാൾ ഒരിക്കലും മോശം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് കാരണം ആ ഒരു ബഡ്ജറ്റിന് അതിന് വിളി ചെയ്യാൻ പറ്റുന്ന ബഡ്ജറ്റ് പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 2 മണിക്കൂറോ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്ക് എടുത്തു എന്നുള്ളതല്ല നമ്മുടെ വിഷയം. നമ്മൾ എത്രയോ പേര് മൊബൈൽ ഫോണിൽ എടുത്തിരുന്ന വീഡിയോകൾ കുത്തിയത് നമ്മൾ കാണുന്നുണ്ട്. അല്ല അതാ ഞാൻ പറയാം, ഇപ്പൊ ഒരു 100 രൂപ ഒരാൾ മുടക്കി പടം കണ്ടാല് ഒരിക്കലും മോശം എന്ന് പറയില്ല, അതെനിക്ക് ഉറപ്പാണ്. ഒരു 100 രൂപ മുടക്കി അതിനുള്ള ഇല്ല അല്ലെങ്കിൽ അത്രയും ഭംഗി അത് പറയില്ല. ഈ ഉടനടി മാംഗല്യം ആ ടൈറ്റിൽ എന്താണ്, അതൊന്ന് പറയാൻ എന്തെങ്കിലും ഒരു സിനിമയെ കുറിച്ചൊരു ഹിന്റ്? പെട്ടെന്നുള്ള ഒരു കല്യാണം, ഉടൻ, പിന്നെ അടി എന്ന് പറയുമ്പോൾ അതിനകത്തൊരു അറിയാലോ നമ്മുടെ സിനിമയിൽ അവിടെ നടന്ന അവസ്ഥകളെല്ലാം ഉണ്ട്. ശരിക്കും ചേട്ടാ ജാനകിറാം എന്നായിരുന്നു പടത്തിന്റെ പേര്. ജാനകി നാളുടെ പേരും നായകന്റെ പേരുമായിരുന്നു. പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചേമ്പറെ കൊണ്ട് പടത്തിന്റെ പേര് രജിസ്റ്റർ ചെയ്യേണ്ട സമയമായപ്പോൾ വേറെ ഇതേ പേരില് ഒരു പടങ്ങൾ വന്നിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഉടനടി കല്യാണം എന്ന് ആദ്യം തീരുമാനിച്ചു. കല്യാണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മുമ്പേ പറഞ്ഞ വേറൊരു സിനിമയുടെ പേര് പോലെ വന്ന് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ കല്യാണം മാറ്റി വീണ്ടും പേര് മാറ്റി. അപ്പൊ ഉടനടി മാംഗല്യം മാറ്റി, ഇതുകൊണ്ടൊക്കെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ ഉടനടി മാംഗല്യമായി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ കഥയായിട്ട് ഇനി ബന്ധമുള്ള പേര് ഇതേ ഉടനടി മാംഗല്യം. പെട്ടെന്ന് നടക്കുന്ന ഒരു ഉടനടി കല്യാണം. വീട്ടുകാരുടെ ഒരു സപ്പോർട്ട് ഇപ്പം വിഷ്ണു 22 വയസ്സുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലും 26 വയസ്സായില്ലേ? വീട്ടുകാർ എങ്ങനെയാ സപ്പോർട്ട് ചെയ്യുന്നത്? വീട്ടുകാരുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോ വീട്ടില് അച്ഛൻ വെച്ചിട്ട് ഇപ്പൊ 2 വർഷമായി. ഇപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോ അമ്മ ഇന്നെ തെണ്ടലാണോ പണി, ഇത് കേട്ടോണ്ടാ ഞാൻ രാവിലെ എഴുന്നേക്കുന്നത് പോലും. അപ്പോൾ ഞാൻ പറയും, അമ്മ കുറച്ച് സമയയുടെ ഇങ്ങനെ സമയം ചോദിച്ച് വർഷം ഇത്രയും പോയി എന്നാ. ശരിക്കും പറഞ്ഞാൽ വീട്ടില് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. കാരണം നമ്മൾ ഇത്രയും പ്രായമായിട്ട് ഒരു പണിക്കും പോകാൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആഗ്രഹം കൊണ്ട് നമ്മളങ്ങ് പോവാം. അവർക്ക് നമ്മുടെ ഭാവിയെ പറ്റിയുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ എന്തെങ്കിലും രക്ഷപ്പെടും എന്നുള്ള വിശ്വാസത്തിൽ പിടിച്ചങ്ങ് പോവാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, വിഷ്ണു നാളെ ദൈവം സഹായിച്ച് അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കഴിവുകൊണ്ട് ഒരു നല്ല പടം ചെയ്യാൻ പറ്റുകയാണെന്ന്, ഒരു ബഡ്ജറ്റ് വെച്ചൊരു ആർട്ടിസ്റ്റിനെ വെച്ചൊരു പടം ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ ചോദിച്ചു. അപ്പൊ വിഷ്ണുവിന്റെ മുഖം പലരിലും വിഷ്ണുവിനെ കാണാൻ പറ്റും, പക്ഷെ വിഷ്ണു പല സാഹചര്യങ്ങളിലും അവരെ ഡീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത പടം നടക്കണം, ഉറപ്പായും വിളിക്കാം എന്ന് പറയും. പിന്നെ അടുത്ത പടം വരുമ്പോ അല്ല അതിനകത്ത് പറ്റുന്ന ഒരു റോളാണ് ഉറപ്പായിട്ടും കൊടുക്കും. പിന്നെ എനിക്ക് നായകനാണോ നായികയുടെ അനിയനാണോ എന്ന് പറഞ്ഞാല്, കാരണം നമ്മുടെ ഭാവം മാത്രമല്ല നോക്കണ്ടേ. പരാതി പറഞ്ഞല്ലോ, പിന്നീട് അവർ വിളിക്കുമ്പോൾ അടുത്ത പടം വിളിക്കാൻ ഫോൺ അല്ല ഏട്ടാ, നമ്മൾ ഈ പടത്തിന് വിളിച്ചപ്പോൾ വരാത്ത ആൾക്കാരുണ്ട്. ഒരു സിനിമ ചെയ്യുക, അപ്പൊ നാട്ടിൽ മറ്റേ സിനിമ ടിക്ടോക്ക് ചെയ്ത് നടക്കുന്നവർ അവര് വരത്തില്ല, ഞാൻ ആർട്ടിസ്റ്റ് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. എടാ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അപ്പുറത്ത് പല്ലിയേക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ, ഞാൻ കുളിപ്പിച്ച് പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ പടത്തിന്റെ ഷൂട്ട് ചെയ്ത. അപ്പം അതിന് സോഷ്യൽ മീഡിയ താരങ്ങളെയൊക്കെ പടത്തിന് വേണ്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ ഒരുപാട് കുറെ പേരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പ്രശ്നം അറിയോ, 2 റീലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവര് സ്ക്രിപ്റ്റ് കേൾക്കണം, സ്ക്രിപ്റ്റ് വായിക്കണം, തിരുത്ത്. എന്നെ വിളിച്ചു പറയാം, ഇതിനകത്ത് കുറച്ച് പ്രശ്നം ഉണ്ടല്ലോ, ഇത് തിരുത്തണം. ഞാൻ പറഞ്ഞു ചേട്ടാ കുഴപ്പമില്ല തിരുത്താം എന്ന് പറഞ്ഞാൽ ഞാൻ സ്ക്രിപ്റ്റ് മേടിച്ചു. അങ്ങനെ ചെയ്തിട്ടാണ് ലാസ്റ്റ് പിന്നെ ശ്രീദേവി ചേച്ചി സ്ക്രിപ്റ്റ് പോലും കേട്ടില്ല കേട്ടോ. ഞാൻ എന്റെ നായകൻ
സിനിമ പറഞ്ഞാൽ 3 ദിവസം മുമ്പ് റെഡിയായി. അതിനു മുമ്പ് വേറൊരു പുള്ളിയായിരുന്നു ഈ നായകൻ എന്ന് പറയുമ്പോൾ ആള് നേരത്തെ പുള്ളിക്ക് ഒരു ഷോർട്ട് ഫിലിം ബെസ്റ്റ് നടനുള്ള അവാർഡ് മേടിച്ചിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതിനു മുമ്പ് വേറൊരാളായിരുന്നു നായകനായിട്ട് വരായിരുന്നു. പുള്ളി അവസാന നിമിഷമായപ്പോൾ ഇങ്ങനെയാണ് പടം, ഇങ്ങനെ തീരും എന്നുള്ള ഒരു ഇത് കാരണമാണ് പുള്ളിക്കാരൻ നിർത്തി. പുള്ളിക്കാരൻ ആ സമയം വിളിച്ചോളൂ എനിക്ക് വരാൻ പറ്റില്ല, എൻ്റെ ഒരാൾ മരിച്ചു എന്നാണ്. ചുമ്മാ നമുക്കറിയാലോ പുള്ളി അതിന് ഒരു രക്ഷയില്ല. നാളെ ഷൂട്ടിനെല്ലാം കൊടുത്തെല്ലാം റെഡിയാക്കി ഓട്ടോയൊക്കെ സാധനമൊക്കെ വന്ന് നിൽക്കുക, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനി അങ്ങനെയാണ് ഈ നായകനെ പറ്റി ഒരാൾ ഫോണിൽ അയച്ചു തന്നു, പുള്ളിയുടെ പ്രൊഫൈൽ അയച്ചു തന്നു. ഉച്ചയ്ക്ക് കണ്ടു പുള്ളി കൈ കൊടുത്തില്ല. നായകൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടോ പടത്തില്. ശ്രീദേവി ചേച്ചിക്കുള്ള ധൈര്യം ഞാൻ വെക്കുന്ന ഫ്രെയിം ആയിരുന്നു. അപ്പൊ ക്യാമറാമാൻ ഒരു ഫ്രെയിം വെച്ചാൽ നമ്മളത് മോശമാക്കത്തില്ലെന്ന് പുള്ളിക്കാർക്ക് അറിയാമായിരുന്നു. ആ ഒരു ധൈര്യത്തിലാണ് പുള്ളിക്കാരി വാങ്ങാൻ. പിന്നെ നമ്മൾ ഞാൻ പറയുമ്പോൾ ഭയങ്കര കോമഡി ആയിട്ടൊക്കെ ആയിരിക്കും ഞാൻ പറയുന്നത്. എനിക്ക് ഇന്നത്തെ ഏറ്റവും പാട് കോമഡി ചെയ്യിപ്പിച്ചെടുക്കാനായിരുന്നു കേട്ടോ. പുതിയ ആൾക്കാരായതുകൊണ്ട് കോമഡി ചെയ്യാൻ വളരെ പാടാം. പിന്നെ ഒപ്പിച്ചെടുത്തു, നമ്മൾ തന്നെ അഭിനയിച്ച് നമ്മൾ തന്നെ മരിച്ച് അഭിനയിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു സ്കൂളൊക്കെ ഉണ്ടോ പടത്തില്? ഏതെങ്കിലും ഒരു ഡയറക്ടർ ഒരു നമ്മള് ഇന്നതുപോലെ ആകണം അല്ലെങ്കിൽ ഇന്നയാളുടെ ഒരു ഡയറക്ഷൻ സ്റ്റൈല് കൊള്ളാം, അത് പിന്തുടർന്നാൽ കൊള്ളാം. ജോസഫ് കൊതി എനിക്ക് ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പുള്ളിയെ ഭയങ്കര ഇഷ്ടം എനിക്ക്. കാരണം പുള്ളിയുടെ സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ഞാൻ രാഷ്ട്രീയം ദേശം വെച്ചിട്ടുണ്ട് പടത്തില്. എന്റെ പടത്തിലും സ്ഥലം ദേശം ഞാൻ വെച്ചേക്കുന്നത്. ഞങ്ങളുടെ സ്ഥലം വെച്ചിട്ട് നടക്കുന്ന സ്വതന്ത്രമുഖം എന്ന് പറഞ്ഞാൽ പേരിട്ടിട്ടുണ്ട് സ്ഥലത്തിന്. ഇടിയൂര് ഞാൻ നേരത്തെ ചെയ്ത ഷോർട്ട് ഫിലിമിനകത്ത് ഇട്ടേക്കുന്ന പേരാ. അതിനകത്തെ ബ്രോക്കർ സുധാകരൻ, അതിനെല്ലാം ഞാൻ കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സെറ്റപ്പ് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി. അപ്പൊ അത് കാരണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ദേശം എന്ന സ്ഥലത്തിന് ഞാൻ എന്റെ പടത്തിലും വെച്ചിട്ടുണ്ട് ദേശം. പടത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു റിലീസിന്റെ ബേസിൽ ബന്ധപ്പെട്ടായിരുന്നു? അല്ല, ഞാൻ വിനീത് ശ്രീനിവാസനുമായിട്ട് നമ്മുടെ കഥ വിനീത് ശ്രീനിവാസനോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ നമ്മുടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തന്നെ ആയിരുന്നു ഈ മറ്റേ വർഷങ്ങൾക്ക് ശേഷം പടം മിക്സ് ചെയ്യാം. അപ്പൊ നമ്മുടെ മിക്സ് ചെയ്ത ചേട്ടൻ അവിടെ അനൂപ് പുള്ളി അപ്പം ഇങ്ങനെ പറഞ്ഞു, ഇനി എൻ്റെ ഭയങ്കര കഷ്ടപ്പാടിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ വിനീത് ചേട്ടൻ പറഞ്ഞു, ഇനി ചേട്ടാ അവരെ കോണ്ടാക്ട് ചെയ്യാം, നമുക്ക് ഇപ്പം എൻ്റെ തിരക്കൊന്നും കേട്ടെ ഏതെങ്കിലും ട്രെയിലർ ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ അത് ഞാൻ റിലീസ് ചെയ്ത് തരാം. അങ്ങനെ ഒരു അപ്പൊ അവിടെ വരെ എത്തി. ഇനി അദ്ദേഹം വഴി വേണം കാണാൻ പറ്റില്ല. ഇല്ല, സംസാരിക്കാൻ പറ്റും എന്നാണ് അനുപട പറയാം. നമ്മൾ പിന്നെ വിളിച്ചു പോകും, അങ്ങോട്ട് വിളിച്ച് അല്ലെങ്കിൽ നിർബന്ധിക്കുന്നതിന് ഒരു ഇതുണ്ടല്ലോ ഉറപ്പായിട്ടും. എനിക്കതിനെ ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മുടെ ഈ അവസ്ഥ കൊണ്ടാണ് ഈ പുള്ളി മറ്റേ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ ഈ 31-ാം തീയതി ട്രെയിലർ ഉള്ള ഒരു ഈ സൈനയിലേക്ക് ഇത് വിൽക്കാൻ പോകുമ്പോ അങ്ങനെയാണോ എന്റെ ഒരു എക്സ്പീരിയൻസ്? ഈ പടം വിൽക്കാൻ ആമസോണിലോട്ട് പോയിട്ടായിരിക്കുമല്ലോ. അപ്പൊ അതിനുള്ള ട്രൈ ആദ്യം ചെയ്തു. അപ്പോ ആമസോണിൽ നിന്ന് ചുമ്മാ മറ്റേ വീട്ടിൽ വരത്തില്ലേ, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും ഫോൺ എടുക്കുന്നത്. അവസരം ചെയ്ത് ഇന്റർവ്യൂ പരിപാടി. അപ്പൊ എനിക്കറിയാം നടക്കത്തില്ല. പിന്നെ സോണിയിൽ താഴെ അങ്ങനെ വന്നപ്പോ പിന്നെ ഏറ്റവും ബെറ്റർ സൈന. അതിന് താഴെ പോയിട്ട് കാര്യമില്ല. നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്ന ചാനൽ സൈനയായിരിക്കും. അപ്പൊ സൈന എടുത്താൽ മലയാളികൾ കൂടുതലും കാണും, മലയാളത്തിലുള്ള ആൾക്കാർ കാണും. പിന്നെ ആമസോണൊക്കെ എടുത്താൽ വേൾഡ് വൈഡായിട്ട് ഉറപ്പായിട്ടും അതെ. അപ്പൊ മലയാളികൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണല്ലോ. അപ്പൊ മലയാളികൾക്ക് വേണ്ടിട്ട് നമ്മൾ സൈന പ്ലേക്ക് അപ്പുറത്ത് വേറൊരു ഓപ്ഷൻ ഇല്ല ഉറപ്പായിട്ടും. അവരാദ്യം പടം കണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് വിളിച്ചു, ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത് എങ്ങനെ അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ചോദിച്ചു. കാരണം ചേട്ടാ ഞങ്ങൾക്ക് 25-ാം തീയതി പടം കൊടുക്കണ്ടായിരുന്നു. ഇതിനകത്ത് ഹാർഡ് ഡിസ്കിന് ഒരു ചെറിയ പ്രശ്നം വന്നു. അങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ സമ്മതിക്കത്തില്ല, ഇങ്ങനെയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുക, കൊടുക്കാൻ പറ്റില്ല. പക്ഷെ പുള്ളി അവിടുത്തെ ഡീലിങ് സൈനാപ്ലയുടെ ഡീലിങ് ഭയങ്കര നന്നായിട്ടാണ് അവർ നമ്മളെ ഡീൽ ചെയ്തേക്കുന്നത്. കാരണം അപ്പോൾ തന്നെ അവർ വിളിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ഇന്ന ഡേറ്റിനുള്ളിൽ തന്നാൽ മതി, പ്രൊമോഷൻ അപ്പോഴത്തേക്ക് റെഡിയാക്കി തരാം. അപ്പോൾ അവരുടെ ഭാഗത്ത് ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അവർ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ആൾക്കാരെ. അപ്പോൾ പിന്നെ സൈനാപ്ല തന്നെയാണ് ഇപ്പോൾ പറ്റുന്നത് സത്യത്തിൽ. കാരണം നമുക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ ആമസോണൊക്കെ കൊണ്ടു കൊടുത്താൽ ഹിന്ദി പറയത്തില്ല, അവിടെ കൊണ്ട് കൊടുത്ത് എന്തെങ്കിലും വിളിച്ച് പറഞ്ഞാൽ തന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഓക്കെ, എന്തായാലും ഉടനടി മാംഗല്യം നല്ല ഒരു ചലച്ചിത്രമാകട്ടെ. ഇഷ്ടവനും ടീമിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു, അങ്ങനെ പറയാൻ പറ്റും. ഓക്കെ, എന്തായാലും ഒരു ബേസിൽ ജോസഫ് സ്റ്റൈൽ അഭിനയിച്ചിട്ടുണ്ടോ വിഷ്ണുവിനകത്ത്? ഇല്ല, ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വേറെ ഈ ലില്ലിയിലുണ്ടായിരുന്ന അവരൊക്കെ അതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ടോ? ലില്ലിയുടെ നായിക നമ്മുടെ പടത്തിലുണ്ട്. അത് നമ്മുടെ പാൽക്കാരൻ പോയി ആ സമയത്ത് കണ്ണിനസുഖമായിട്ട് വരാൻ പറ്റില്ല. പാൽക്കാരനെ റോള് കൊടുത്താ പക്ഷെ നടന്നില്ല. അല്ല, അവിടുത്തെ എല്ലാ ക്യാരക്ടറും പടത്തിലുണ്ട്. ബാക്കി എന്റെ ബാക്കിയുള്ള ഷോട്ടിലുള്ള എന്തായാലും വിഷ്ണു പടം അടിപൊളിയാവട്ടെ, ഇനിയും തുടർന്നും നല്ല പടങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, ടീമിന് എല്ലാ ആശംസകളും. ഓക്കെ, താങ്ക് യു.